ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. പടച്ചോനോട് അസ്തഗ്ഫിറുല്ലാഹ് ചോദിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിട്ട് പാപമുക്തരായി ഖേദിച്ചുകൊണ്ട് മടങ്ങിയ ഒരു മുഅ്മിൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, അവന്റെ ഊഷ്മളമായ മഴയെ അല്ലാഹു തആല വർഷിപ്പിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. കൊടും അപരാധി ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് മഴയ്ക്ക് ചോദിച്ചാൽ പടച്ചോൻ മഴയെ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആരുടെ കയ്യിലും പൈസയില്ല. പൈസക്ക് വേണ്ടി ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം വേടിയാണ്. അതിനുള്ള വഴി എന്താ? ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചാൽ നിങ്ങളെ അല്ലാഹു തആല സമ്പത്ത് കൊണ്ട് മൂടുമെന്നും പരിശുദ്ധ ഖുർആൻ. അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിട്ട് നിങ്ങൾ സമ്പത്തിനെ ചോദിച്ചോ, അതും റബ്ബ് തരും. നമുക്ക് സമ്പത്ത് എത്ര വേണോ പടച്ചവനോട് ചോദിക്കാം. അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ഏറ്റിയേറ്റ് തരണമോ, അതും അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനേ, ഇങ്ങനെ പടച്ച റബ്ബിനോട് എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് അതൊക്കെ നൽകാൻ അല്ലാഹു തആല തയ്യാറായി നിൽക്കുകയാണ്. അത്രമാത്രം അനുഗ്രഹങ്ങൾ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ വിശാലമായി കിടക്കുകയാണ്. നമ്മുടെ സൽപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പടച്ചോനോട് ചോദിക്കുക. സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആരെ തൊട്ട് കാവല്യം തേടുക? പിശാചിനെ തൊട്ട് കാവല്യം നിങ്ങൾ തേടുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഒന്നാമതായിട്ട് പിശാചിന്റെ കുടുക്കിൽപ്പെടാതിരിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കമായ ശാരീരിക ബന്ധത്തിൽ തന്നെ ആരോട് കാവലിനെ ചോദിക്കണം? പിശാചിനോട്, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. പിശാചിനെ തൊട്ട് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഉമ്മാന്റെ ഉദരത്തിൽ നിന്നും കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോ അവിടെയും പിശാച് പ്രവർത്തിക്കുമെന്നും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സലാത്ത് പോരാലോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എങ്ങനെയാണ് മനസ്സിലാവുക? അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് അപസ്മാര രോഗം എന്നുള്ളത്. അപസ്മാര രോഗം കാണില്ലേ ചില ആൾക്കാർക്ക്? എങ്ങനെയാ അപസ്മാര രോഗമുള്ള ഒരു രോഗിയുടെ അവസ്ഥ? വായിൽ നിന്ന് നുരയും പതയും വന്നുകൊണ്ട് അബോധാവസ്ഥയിൽ കിടന്നുകൊണ്ട് പിടക്കുന്ന എത്രയെത്ര അപസ്മാര രോഗികളെ നാം ജീവിതത്തിൽ കാണാറുണ്ട്. അപസ്മാര രോഗത്തിനുള്ള കാരണം മഹാനായ ഗസാലി ഇമാമൊക്കെ പഠിപ്പിക്കുന്നത്, ഒരു കുഞ്ഞു ഉമ്മാന്റെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോ പിശാചിന്റെ കരങ്ങളെ കൊണ്ട് സ്പർശിച്ച സ്പർശനത്തിന്റെ കാരണമാണ് ഒരു കുഞ്ഞിന് അപസ്മാര രോഗം ഉണ്ടാകുന്നത്. അല്ലാഹു കാക്കുമാറാവട്ടെ. 20 വർഷം ഒരേ ഡോക്ടറുടെ അരികിൽ നിന്നും ചികിത്സ നടത്തിയാൽ മാത്രമേ അപസ്മാര രോഗം മാറൂ. അജീവാനന്ദം എന്ന കണക്ക് 15 വർഷം. ഒരു മനുഷ്യന് അജീവാനന്ദം തടവിലടച്ചു എന്ന് പറഞ്ഞ എത്ര വർഷമാണ്? 15 വർഷം. അജീവാനന്ദം മരുന്ന് കുടിച്ചാലും മാറാത്ത അസുഖമാണ് അപസ്മാര രോഗം. 20 വർഷം ഒരേ ഡോക്ടറുടെ പക്കൽ പോയി ചികിത്സ നടത്തണം, എന്നാൽ അപസ്മാര രോഗം മാറുമെന്ന് ശാസ്ത്രം വിളിച്ചു പറയുമ്പോൾ അതൊരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റൂല. മാക്സിമം ഒരു മനുഷ്യൻ ഒരു ഡോക്ടറുടെ അരികിൽ പോയി 5 വർഷം മരുന്ന് കുടിക്കും, മാറുന്നില്ല എന്ന് കണ്ട അടുത്ത ഡോക്ടറെ പിടിക്കും. അപ്പൊ അപസ്മാര രോഗം 20 വർഷം കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായി മരുന്ന് കഴിക്കണം ഒരു ഡോക്ടറുടെ അരികിൽ നിന്നും. അതുകൊണ്ട് അപസ്മാര രോഗം മാറൽ വളരെ അപൂർവമാണ്. പടച്ചോനോട് ചോദിക്കുന്ന ദുആ മാത്രമാണ് അപസ്മാര രോഗിയുടെ രോഗം മാറാനുള്ള ഏറ്റവും നല്ല വഴി. ഈ അപസ്മാര രോഗമുണ്ടാകുന്ന കാരണം മഹാന്മാര് പഠിപ്പിച്ചു തരുന്നത്, ഒരു കുഞ്ഞു ഉമ്മാന്റെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോ ആ കുഞ്ഞിന് പിശാച് നൽകുന്ന ഷോക്ക് കാരണത്താൽ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് വർദ്ധിക്കുകയും അത് കാരണം ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള രക്തം നന്നായി ഹൈ സ്പീഡിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തലച്ചോറിലേക്ക് നീങ്ങുകയും ആ തലച്ചോറിലേക്ക് സ്പീഡിൽ പവറായി വരുന്ന രക്തമുണ്ടാക്കുന്ന ആഘാതമാണ് ഭാവിയിൽ
അപസ്മാര രോഗമായി മാറുന്നത്. ഈ അപസ്മാര രോഗമുണ്ടാകാൻ പിശാചിന്റെ ഒന്നാമത്തെ സ്പർശനമാണെങ്കിൽ പിശാചിന്റെ സ്പർശനം കൂടി ഉണ്ടാകുന്ന ഹാർട്ടിന്റെ ഇടിപ്പ് മാറാനുള്ള ഏറ്റവും നല്ല വഴി ഏതെന്നറിയുമോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ബാങ്കിന്റെ മന്ത്രധ്വനി ഒരു കുഞ്ഞിന്റെ കർണപുടത്തിൽ കുഞ്ഞ് ജനിച്ചയുടനെ എത്തിക്കാൻ കഴിഞ്ഞാൽ പിശാചിന്റെ സ്പർശനം കൊണ്ട് ഹാർട്ടിന്റെ ഇടിപ്പ് കൂടിയ കാരണമുണ്ടല്ലോ. ബാങ്കിന്റെ മന്ത്രധ്വനി കുഞ്ഞ് കേൾക്കുമ്പോഴേക്കും ആ ഇടിപ്പ് സാധാരണ അവസ്ഥയിലേക്ക് വരലോടുകൂടി രക്തസ്രാവം സാധാരണ രീതിയിലേക്ക് മടങ്ങുകയാണ്. അത് കാരണം കുട്ടിയുടെ തലച്ചോറിലേക്ക് ഹൈ പവറിൽ രക്തം പോവുകയില്ല. അതുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ, ഇഖാമത്ത് കൊടുക്കാൻ ഒരു കുഞ്ഞ് ജനിച്ചാൽ വൈകി പോകുമ്പോഴാണ് പിശാചിന്റെ സ്പർശനമേറ്റ കാരണം കൊണ്ട് രക്തം പവർഫുള്ളായി തലച്ചോറിലേക്ക് എത്തുമ്പോ കുഞ്ഞ് ഭാവിയിൽ അപസ്മാര രോഗിയായി മാറുന്നത്. ഒരു കുഞ്ഞിന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കമായ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ബന്ധത്തിലും അതിനുശേഷം കുട്ടി പുറത്തേക്ക് വരുന്ന സമയത്തും പിശാച് കടിഞ്ഞ് പ്രയത്നിക്കുകയാണ് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും വഴിപിഴപ്പിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്. അതുകൊണ്ട് ഒരു ഭാര്യ ഭർത്താവ് ബന്ധപ്പെടുമ്പോ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ എന്ന് തുടങ്ങുന്ന ദിക്റല്ലാതെ ബന്ധപ്പെടല്ലേ. ഉമ്മ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ഭാഗം ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കാനും ഒരു കാരണവശാലും വൈകിപ്പോകല്ലേ, വൈകിപ്പോകല്ലേ. ഇങ്ങനെ വൈകിപ്പോയാലും ആ കുഞ്ഞ് ഭാവിയിൽ വഴിവിഴക്കുന്ന കുഞ്ഞായി മാറിപ്പോകും. അള്ളാഹു കാക്കുമാറാവട്ടെ. മൂന്നാമതായിട്ടൊരാൾ മോശമാകാനുള്ള കാരണം ഞാൻ പഠിപ്പിച്ചു. ഒന്നാമത്തെ കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. രണ്ടാമത്തെ കാരണം കുഞ്ഞ് പ്രസവിച്ച് പുറത്തേക്ക് വരുമ്പോൾ. സൈബർ യുഗത്തിലെ യുവതയായിട്ട് ഈ വിഷയത്തിന് എന്താ ബന്ധം എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. തറ കെട്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയ ആദ്യം തന്നെ വാർത്താന് ചിലപ്പോൾ തൂണൊന്ന് ശരീരങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് വീണ് പോകൂലേ. അതുകൊണ്ടാണ് തറ കെട്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയാണ് വീടെടുക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് വീടെടുത്ത് കുടിയെല്ലാം കൂടിയിട്ടേ നിങ്ങൾ പോകാൻ പാടില്ലെന്ന്. നിങ്ങൾ റെഡിയല്ലേ കുടിയെല്ലാം ചോറ് കഴിക്കാൻ? റെഡിയല്ലേ? മനസ്സിലായിട്ടില്ലേ പറയുന്നത്? ബൾബ് കത്തിയ തുടങ്ങിയിട്ടേ ഉള്ളൂ, വിഷയത്തിലേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ തുടങ്ങി ഇങ്ങനെ വരികയാണ് വിഷയത്തിലേക്ക്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാ ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഒരു കുഞ്ഞ്, ഒരു മനുഷ്യൻ കുട്ടിയായിട്ടാണല്ലോ വലിയ മനുഷ്യനായിട്ടൊക്കെ മാറുന്നത്. അപ്പൊ ആദ്യം മുതലേ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. സൈബർ യുഗത്തിലെ യുവാക്കൾ മോശമാകാനുള്ള കാരണം ചിലപ്പോൾ മാന്തി നോക്കിയ, അടിവേര് കളച്ചു നോക്കിയ ഇതൊക്കെ കിട്ടും. ഒന്നാമത്തെ കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ പിശാചിനെ തൊട്ട് കാവലിനെ ചോദിക്കാത്ത കാരണം. രണ്ട്, കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ബാങ്കും ഇഖാമത്തും കൊടുക്കാൻ വൈകി പോകുന്ന കാരണം. മൂന്നാമത്തെ കാരണം എന്തെന്നറിയുമോ? ഒരു കുഞ്ഞിന് ഉമ്മ മുല കൊടുക്കുന്ന സമയമുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ ഭാവിയെ നന്നായി ബാധിക്കുന്ന സമയമാണ് ഉമ്മ. ഒരു കുട്ടിക്ക് നിങ്ങൾ മുല കൊടുക്കുന്ന സമയം, അതും കുഞ്ഞ് ഭാവിയിൽ തമ്മാടി ആവണോ, ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, ഉസ്താദ് ആകണോ, ഹാഫിള് ആവണോ, മാഷാകണോ, ടീച്ചർ ആകണോ, ഇതൊക്കെ ഒരു കുഞ്ഞിന്റെ ഭാവിയിൽ ഉമ്മാന്റെ മനസ്സ് പോലെയാണ് ബാധിച്ചു പോവുക. ഉമ്മാന്റെ മനസ്സ് കുഞ്ഞിന് മുല കൊടുക്കുമ്പോ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ മനസ്സിൽ നിയ്യത്ത് വെക്കുകയാണ്, റബ്ബേ എൻ്റെ ഈ കുഞ്ഞുമോന് ഭാവിയിൽ ഡോക്ടർ ആകണം അല്ലാ. ആ ഉമ്മാന്റെ മനസ്സുകൊണ്ട് എന്താണോ ചിന്തിക്കുന്നത് അതേ ചിന്ത തന്നെയായിരിക്കും മുല കുടിക്കുന്ന കുട്ടിയുടെയും ചിന്ത. മുല കുടിക്കുന്ന പ്രായത്തിൽ ഉമ്മാന്റെ മനസ്സ്
മനസ്സും കുഞ്ഞിന്റെ മനസ്സും നന്നായി കണക്ട് ആയിരിക്കുകയാണ്. ഉമ്മമാര് കുഞ്ഞിക്ക് മുല കൊടുക്കുന്ന പ്രായത്ത് നിങ്ങളുടെ വീട്ടില് കുഞ്ഞിയെ കിടത്തിയിട്ട് കണ്ണൂർ ടൗണിലേക്ക് പർച്ചേസിന് പോയി എന്ന് സങ്കല്പിക്കുക. രാവിലെ 10 മണിക്ക് കുഞ്ഞിന് മുല കൊടുത്തിട്ടാണ് നിങ്ങൾ കണ്ണൂരിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോയത്. 12 മണിയാകുമ്പോ നിങ്ങളുടെ വീട്ടിൽ തൊട്ടിലിൽ കിടത്തിയ കുഞ്ഞുമോന് മുലപ്പാലിന് വേണ്ടി വീട്ടിൽ നിന്നും കരയുമ്പോ കണ്ണൂർ ടൗണിലുള്ള ഉമ്മാന്റെ മനസ്സ് പറയുകയാണ്, അല്ലാ അല്ലാ, എന്റെ മോന് മുലക്ക് വേണ്ടി മുലപ്പാലിന് വേണ്ടി കരയുകയാണ് അല്ലാ. ഉടനെ തന്നെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന ഉമ്മമാരല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, മുല കുടിക്കുന്ന പ്രായമുണ്ടല്ലോ, ഒരു കുഞ്ഞിന്റെ മനസ്സും ഉമ്മാന്റെ മനസ്സും നന്നായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ സമയത്ത് ഉമ്മമാര് കുഞ്ഞിന് മുല കൊടുക്കുമ്പോ എന്താണോ ചിന്തിക്കുന്നത്, അതേ ചിന്ത തന്നെ കുഞ്ഞിന്റെ മനസ്സിനെയും ബാധിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ മോശമാകാനുള്ള 3ാമത്തെ സ്റ്റെപ്പാണ് ഉമ്മമാര് കുട്ടിക്ക് മുല കൊടുക്കുമ്പോ ഉമ്മമാരുടെ മനസ്സിൽ വരുന്ന ദുഷിച്ച ചിന്ത, ആ കുട്ടി മോശമാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്ത വരാതിരിക്കണമെങ്കിൽ കുഞ്ഞിന് മുല കൊടുക്കുമ്പോ വൃത്തിയുള്ള മുലക്കണ്ണിയിൽ നിന്നും കുഞ്ഞ് പാല് കുടിക്കട്ടെ. ഇന്ത്യ രാജ്യത്തെ കിടുകിടാവിറപ്പിച്ച ഏറ്റവും വലിയ വീര പോരാളിയല്ലേ മഹാനായ ടിപ്പു സുൽത്താൻ. ആരാ ടിപ്പു സുൽത്താൻ? ഇന്ന് ഇന്ത്യ രാജ്യം അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ച ശില്പിയല്ലേ ടിപ്പു സുൽത്താൻ. താജ്മഹലിന്റെ ശില്പിയല്ലേ ടിപ്പു സുൽത്താൻ. ഡൽഹി ജുമാ മസ്ജിദ്, ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന് എന്ന് പറയുന്ന ഏതൊക്കെ ചരിത്ര സ്മാരകങ്ങളുണ്ടോ അതിന്റെയൊക്കെ ശില്പി ടിപ്പു സുൽത്താനാണെങ്കിൽ, ടിപ്പു സുൽത്താൻ നേതൃത്വം നൽകിയ ഏതൊക്കെ യുദ്ധങ്ങളുണ്ടോ അതിലൊക്കെ ചരിത്രപരമായ വിജയം ടിപ്പു സുൽത്താൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ, ഉമ്മമാരെ വാപ്പമാരെ, ഇതേ ടിപ്പു സുൽത്താനിനെ കുറിച്ച് ഹൈദരാബാദിലെ ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞത്, ടിപ്പു സുൽത്താൻ വിജയം കൊയ്യുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം എന്തെന്നറിയുമോ? മഹാനായ ടിപ്പു സുൽത്താൻ ഉണ്ടല്ലോ, വൃത്തിയുള്ള മുലക്കണ്ണിയിൽ നിന്നും മുലപ്പാല് കുടിച്ചുകൊണ്ട് വളർന്ന മനുഷ്യനാണ്. ടിപ്പു സുൽത്താന്റെ ഉമ്മ വൃത്തിയുള്ള മുലക്കണ്ണിയിൽ നിന്നുമാണ് ടിപ്പു സുൽത്താൻ മുലപ്പാല് കൊടുത്തത്. ഇന്നത്തെ മക്കള് മോശമാകാനുള്ള കാരണം എന്താ? ഉമ്മമാര് കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്ന സമയം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, വൃത്തിയുള്ള മുലക്കണ്ണിയിൽ നിന്നുമാകണം കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്നത്. ഇത് അടുക്കളയിൽ പണിയെടുത്ത് വിയർത്ത് കുളിച്ച് ആകെ നാശമായിരിക്കുന്ന ശരീരം കുഞ്ഞ് മുലപ്പാലിന് വേണ്ടി കരയുമ്പോ കുഞ്ഞിനെ എടുത്തിട്ട് അടുക്കളയിൽ നിന്ന് തന്നെ വിയർപ്പോടുകൂടി പാല് കൊടുക്കുമ്പോ ആ കുട്ടി, പാലിന് വേണ്ടി കരഞ്ഞ കുട്ടി മുലപ്പാല് കുടിക്കുമ്പോൾ കരയുന്നത് കാണാം. എന്താ കാരണം? ഒരു കുഞ്ഞ് എപ്പോഴും ആഗ്രഹിക്കുന്നത് വൃത്തിയാണ്. ഒരു കുഞ്ഞ് ശരിക്കും ആഗ്രഹിക്കുന്നത്. ആ വൃത്തി ആഗ്രഹിക്കുന്ന കുട്ടി ഉമ്മാന്റെ മുലപ്പാലിൽ നിന്ന് മുലപ്പാല് കുടിക്കുമ്പോ മുലക്കണ്ണി വൃത്തിയില്ലെങ്കിൽ കുഞ്ഞ് കരയും, ഉറപ്പാണ്. നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോളി. കുഞ്ഞ് കരയും, 2-3 ദിവസം കരയും വൃത്തിയില്ലെങ്കിൽ. 4ാമത്തെ ദിവസമാകുമ്പോഴേക്കും കുട്ടി വൃത്തിയില്ലാത്ത പാല് കുടിച്ച് ശീലിക്കും. പിന്നെ ആ കുട്ടി വൃത്തിയില്ലാത്ത പാലിങ്ങനെ കുടിക്കും. കുട്ടി ജനങ്ങളുടെ ഇടയിൽ തമ്മാടിയായി മാറുകയാണ്, മോശപ്പെട്ടവനായി മാറുകയാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒരു ഉമ്മ കുഞ്ഞിന് മുല കൊടുക്കുന്ന പ്രായം ശരിക്കും ഒരു മനുഷ്യന്റെ ഭാവി ജീവിതവുമായി വല്ലാതെ ബന്ധപ്പെട്ടു പോയി എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, കുഞ്ഞിന് മുല കൊടുക്കുമ്പോ വീട്ടിലുള്ള TV ഓൺ ചെയ്തുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ട് നിങ്ങൾ മുല കൊടുക്കുമ്പോ, നിങ്ങൾ സീരിയൽ ആസ്വദിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ ആസ്വാദനമുണ്ടല്ലോ, ഈ കുട്ടിയും ആസ്വദിക്കുകയാണ്. കാമുകിമാരുടെ കാമവേളകളെ നിങ്ങൾ സിനിമയായിക്കൊണ്ട് കാണുമ്പോ നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കാറുണ്ടല്ലോ. ആ സന്തോഷം
ഇബ്ലീസിന്റെ സന്തോഷമാണ്. ആ മൈൻഡ് ഉണ്ടല്ലോ കുട്ടിയുടെ മൈൻഡുമായി മാറുകയാണ്. ഭാവിയിൽ അങ്ങനെ സിനിമ കണ്ടുകൊണ്ട് മുലപ്പാല് കൊടുത്ത മക്കളുണ്ടല്ലോ, സീരിയൽ കണ്ടുകൊണ്ട് മുലപ്പാട് കുടിച്ച മക്കളുണ്ടല്ലോ, ആ മക്കളാണ് ഉമ്മ നാട്ടിൽ കണ്ട ടാപ്പിംഗ് തൊഴിലാളിയോടൊപ്പം ഒളിച്ചോടി പോകുന്നത്, ഡ്രൈവർമാരോടൊപ്പം ഒളിച്ചോടി പോകുന്നത്, അന്യമതസ്ഥരോടൊപ്പം ഒളിച്ചോടി പോകുന്നത്, കാമുകന്മായിട്ടുള്ള കാമവേളകളിൽ ഏർപ്പെട്ടു പോകുന്നത്, ദീനീ ചിട്ടയോടുകൂടി വളരാതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ, നാം ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് കൺകുളിർക്ക് ആസ്വാദനം ലഭിക്കണമെങ്കിൽ ഉമ്മാ വാപ്പാ നിങ്ങളൊക്കെ ആദ്യം തന്നെ ജീവിതത്തിന്റെ മൂന്നാമത്തെ ഘട്ടമാണ് പറയുന്നത്. ആ മൂന്നാമത്തെ ഘട്ടമായ മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായി കൊണ്ട് മക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ മക്കളാണ് ഉമ്മാ ഭാവിയിൽ ഏറ്റവും വലിയ കള്ളുകുടിയനാകുന്നത്, ഏറ്റവും വലിയ പെണ്ണുപിടിയനാകുന്നത്, ഏറ്റവും വലിയ വ്യഭിചാരിയായി മാറുന്നത്, ഏറ്റവും വലിയ തമ്മാടിയായി മാറുന്നത്. ഉമ്മാ നിങ്ങളുടെ മോന് ഒരു കാരണവശാലും തമ്മാടിയാവല്ലേ, നിങ്ങളുടെ മകൾ ഒരു കാരണവശാലും ഒളിച്ചോടി പോകുന്ന, നാട്ടിനെ പറയിപ്പിക്കുന്ന, കുടുംബത്തെ പറയിപ്പിക്കുന്ന മക്കളായി മാറുകയും ചെയ്യാതിരിക്കണമെങ്കിൽ കുഞ്ഞിന് മുലപ്പാട് കൊടുക്കുമ്പോ വുളൂ ചെയ്തുകൊണ്ട് മുലയൊക്കെ നന്നായി വൃത്തിയാക്കിക്കൊണ്ട് കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ആരാരുമില്ലാത്ത സ്ഥലത്ത് ഏകാന്തമായി ഇരുന്നു കൊണ്ട്, എന്നാലേ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആവുകയുള്ളൂ. നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയാൽ മാത്രമേ ഫ്രീ മൈൻഡോടുകൂടി മക്കൾ മുല കുടിക്കുകയുള്ളൂ. എന്നിട്ട് നിങ്ങൾ മുലപ്പാല് കൊടുക്കുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മനസ്സിരുത്തിക്കൊണ്ട് ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവല്ല ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് മുലപ്പാല് കൊടുത്താൽ ആ മക്കൾ കുടിക്കുന്ന മുലപ്പാല് ഒരു കാരണവശാലും പിശാചിന്റെ സ്പർശനമേറ്റ മുലപ്പാലാവില്ല ഉമ്മ, പിശാചിന്റെ സ്പർശനമേറ്റ പാലാവില്ല ഉമ്മ. എന്നിട്ട് കുഞ്ഞ് മുല കുടിക്കാൻ തുടങ്ങുമ്പോ പതുക്കെ നിങ്ങൾ ചെല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് സലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളുടെ കുഞ്ഞുമകന് കുഞ്ഞുമകൾക്ക് നിങ്ങൾക്ക് മുലപ്പാല് കൊടുക്കാൻ കഴിഞ്ഞാൽ ഉമ്മമാരെ വാപ്പമാരെ ആ മക്കളാണ് ദീനീ ബോധമുള്ള മക്കളായി മാറുന്നത്. ആ മക്കളാണ് പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് വളരുന്ന മക്കളായി മാറുന്നത്. ആ മക്കൾ ഒരിക്കലും സൈബർ യുഗത്തിൽ വഴിതെറ്റിപ്പോകുന്ന യുവാക്കളായി മാറില്ല ഉമ്മ, മാറില്ല വാപ്പാ. അതുകൊണ്ട് ഇന്ന് മുതൽ മുലപ്പാൽ കൊടുക്കുന്ന ഉമ്മമാര് ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും നല്ല പ്രവൃത്തിയാണ് പറഞ്ഞു തരുന്നത്. വുദൂ ചെയ്യട്ടെ, ഔദു ഓതട്ടെ, ബിസ്മി ചൊല്ലട്ടെ, ഏകാന്തമായി ഇരിക്കട്ടെ, ദിക്ർ ചൊല്ലിക്കൊണ്ട് മക്കൾക്ക് പാല് കൊടുക്കട്ടെ. ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും നിങ്ങൾ മരിച്ചാൽ ആഖിറത്തിലും ഏറ്റവും നല്ല മുതൽക്കൂട്ടുള്ള മക്കളായി മാറുമെന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ സൂഫി വജ്ജനായി മാറിയ മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ കൊടുത്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. ഇത് പാല് കൊടുക്കുമ്പോൾ ഇന്നത്തെ ഉമ്മമാർക്ക് സീരിയൽ കാണാതെ എന്ത് കൊടുക്കാൻ പറ്റൂല, എന്ത് കൊടുക്കാൻ പറ്റൂല, മുലപ്പാല് കൊടുക്കാൻ പറ്റൂല. TV തുറന്നു വെക്കണം, സിനിമ കാണണം അല്ലേ? എന്നോ വാട്സപ്പ് ഒരു കയ്യിൽ മൊബൈൽ ഫോൺ എടുത്തിട്ട് വാട്സപ്പ് നോക്കിയിട്ട് കുഞ്ഞിക്ക് പാല് കൊടുക്കുക. നിങ്ങൾ ആ മൊബൈൽ എന്താണോ കാണുന്നത്, എന്താണോ നോക്കുന്നത്, അതൊക്കെ കുട്ടിയുടെ മനസ്സിനെ ബാധിക്കും, അതൊക്കെ കുഞ്ഞിന്റെ മനസ്സിനെ ബാധിക്കും. എന്തിനേറെ ന്യൂസ് പേപ്പർ പോലും വായിച്ചുകൊണ്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ പാടില്ല എന്നാണ്.
ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റൊന്നും ഉണ്ടാവൂല, നല്ല കാര്യമായിരിക്കും വായിക്കുന്നത്. എന്നാലും ആ ചിന്ത, ഉമ്മാന്റെ മനസ്സ് മാറുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതേ മനസ്സ് മാറ്റം ആർക്കും സംഭവിക്കും? കുഞ്ഞിനും സംഭവിക്കും. അതുകൊണ്ട് ഒരു ഉമ്മയുടെയും കുഞ്ഞിൻ്റെയും മനസ്സ് അത്രമാത്രം കണക്റ്റായിരിക്കുക. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. ജീവിതത്തിന്റെ 3ാമത്തെ ഘട്ട പറയുന്നത്, ഉമ്മ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ വഴിതെറ്റി പോകുന്ന മക്കളായി മാറില്ല. എത്ര വലിയ നാശത്തോടു കൂടി വരുന്ന യുഗമായി വന്നാലും നിങ്ങളുടെ മക്കൾ ഒരു കാരണവശാലും നശിക്കുന്നവരായി മാറില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ നിയ്യത്ത് ചെയ്യുക, മുല കൊടുക്കുന്ന ഉമ്മമാർ. അല്ലാഹു തആല ഉമ്മമാർക്കൊക്കെ അങ്ങനെ നല്ല അവസ്ഥയിൽ മുല കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ആര് വഴിപിഴപ്പിക്കുന്നതാണ്? ശപിക്കപ്പെട്ട പിശാച്. ശപിക്കപ്പെട്ട പിശാച്. എളാപ്പാന്റെയും മൂത്താപ്പാന്റെയും പേരല്ല പറഞ്ഞത്, പിന്നെയോ എന്താ പറയേണ്ടത്? പിശാചിന്റെ പേര് കേൾക്കുമ്പോ എന്താ മക്കളെ പറയേണ്ടത്? പറ മക്കളെ, ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ? ഈ പിശാച് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ വഴിപിഴപ്പിക്കുമ്പോ ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സകറാത്തിന്റെ ഹാലിലും വന്നുകൊണ്ട് വഴിപിഴപ്പിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. പിശാച് വഴിപിഴപ്പിച്ചു പോകുന്ന വിഭാഗം ആരെന്നറിയുമോ? ലോകത്ത് ഏറ്റവും വലിയ ശപിക്കപ്പെട്ടവനായി പിശാച് മാറിയപ്പോ പിശാചിന് വല്ലാത്ത വിഷമം വന്നുപോയി. പിശാച് ആഗ്രഹിച്ചു പോയി, എനിക്ക് പടച്ച റബ്ബ് പുറത്തു തരികയാണെങ്കിൽ നന്നാവാൻ ഞാൻ തയ്യാറാണെന്ന് പോലും മനസ്സുകൊണ്ട് പിശാച് ഉദ്ദേശിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അതല്ലേ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവുമായിട്ട് സംസാരിക്കാൻ പോകുന്ന ദിവസം പിശാച് വഴിയിൽ വെച്ച് മൂസാ നബിയെ കാണുകയാണ്. കല്ലമല്ലാഹു മൂസാ തക്ലീമാ. അല്ലാഹുവുമായിട്ട് സംസാരിക്കാൻ പോകുന്ന മൂസാ നബിയുടെ അരികിൽ പോയിട്ട് പിശാച് പറയുകയാണ്, മൂസാ മൂസാ എവിടേക്കാണ് മൂസാ നീ പോകുന്നത്? ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, അല്ലാഹുവിനെ കണ്ടുകൊണ്ട് സംസാരിക്കാനാ പിശാച്. എന്നിട്ട് മൂസാ നബിയോട് പറയുകയാണ്, മൂസാ എനിക്കും അല്ലാഹുവിനോട് ചില റിക്വസ്റ്റ് പറയാനുണ്ട്, അതൊന്ന് അല്ലാഹുവിനോടൊന്ന് പറയുമോ മൂസാ? എന്നിട്ട് പിശാച് പറഞ്ഞു കൊടുക്കുകയാണ്, ജഅൽനി റജീമാ. പിശാച് ഞാൻ ഖേദിച്ച് മടങ്ങാൻ തയ്യാറാണെന്ന് അല്ലാഹുവിനെ ഒന്ന് അറിയിക്കുമോ മൂസ? അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അരികിൽ പോയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പടച്ച റബ്ബിനോട് പറയുകയാണ്, അല്ലാ 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 അല്ലാ. വരുന്ന വഴിയിൽ വെച്ച് ഇബ്ലീസ് കണ്ടുമുട്ടിയപ്പോ ഈ ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് റബ്ബേ, അതിനെന്താണ് മറുപടി കൊടുക്കേണ്ടത് അല്ലാ? ആ സമയത്ത് അല്ലാഹു തആല മൂസാ നബിയോട് പറയുകയാണ്, മുർഹു അയ്യസ്ജുദ ഖബ്റ ആദം. ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിടത്തിൽ പോയിട്ട് അവനോട് ആദ്യം സുജൂദ് ചെയ്യാ പറയുക, എന്നാൽ അവന്റെ തൗബ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞുവത്രേ. എന്താ പറഞ്ഞത്? ഇബ്ലീസിന്റെ തൗബ സ്വീകരിക്കാം, പക്ഷേ എന്ത് ചെയ്യണം? ആദം നബിന്റെ ഖബറിടത്തിൽ പോയിട്ട് സുജൂദ് ചെയ്യണം. അങ്ങനെ അല്ലാഹുവിനെ കണ്ടുകൊണ്ട് തിരിച്ചു വരുന്ന മൂസാ നബി അലൈഹിസ്സലാം വരുന്ന വഴിയിൽ വീണ്ടും ഇബ്ലീസ് കണ്ടുമുട്ടി. എന്നിട്ട് ചോദിച്ചു, മൂസാ എന്റെ കാര്യം പറഞ്ഞില്ലേ പടച്ചവനോട്? മൂസാ നബി പറഞ്ഞു, അതേ പറഞ്ഞിട്ടുണ്ട് ഇബ്ലീസേ, പക്ഷേ അല്ലാഹു മുർഹു അയ്യസ്ജുദ ഖബ്റ ആദം, ആദം നബിന്റെ ഖബറിടത്തിൽ പോയിട്ട് സുജൂദ് ചെയ്യാനാണ് കൽപ്പിച്ചത്. മൂപ്പറൊന്ന് ഇങ്ങോട്ട് വരും. ആദം നബിന്റെ ഖബറിടത്തിൽ പോയിട്ട് സുജൂദ് ചെയ്യാനാണ് കൽപ്പിച്ചത്. അപ്പോ മുർഹു അയ്യസ്ജുദ ഖബ്റ ആദം, ആദം നബിന്റെ ഖബറിടത്തിൽ പോയിട്ട് സുജൂദ് ചെയ്യാൻ പറയാം. എന്നാൽ എന്ത് കിട്ടും? തൗബ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടും. ഇത് ഇബ്ലീസിനോട് പറഞ്ഞപ്പോ ഇബ്ലീസ് പറഞ്ഞു, മൂസാ മൂസാ മാ സജദ്തു ഹയ്യാ.
ആദം നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇന്നേ വരെ സുജൂദ് ചെയ്തിട്ടില്ല. എന്നിട്ടല്ലേ മരിച്ച സമയത്ത് കബറിടത്തിൽ പോയിട്ട് സുജൂദ് ചെയ്യേണ്ടത്. അതുകൊണ്ട് മാസജത്തു ഹയ്യാ മരിച്ചിട്ട് ആദം നബിന്റെ കബറിടത്ത് പോയിട്ട് എനിക്ക് സുജൂദ് ചെയ്യാനൊന്നും പറ്റൂല. വീണ്ടും ധിക്കാരിയായിക്കൊണ്ട് അല്ലാഹു തആല ഇബ്ലീസിനെ അങ്ങ് മുദ്ര കുത്തി. വീണ്ടും ധിക്കാരിയാക്കുക. ഇങ്ങനെ ധിക്കാരിയായിട്ട് മുദ്ര കുത്തിയ ഇബ്ലീസ് പടച്ചോനോട് ചില കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ചില റിക്വസ്റ്റുകൾ വീണ്ടും ചോദിച്ചു വാങ്ങി. ഒന്നാമതായി കൊണ്ട് ഇബ്ലീസ് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയത് എന്തെന്നറിയുമോ? അല്ലാ, ഈ ഭൂമി എത്ര കാലമാണോ നിലനിൽക്കുന്നത് അത്രയും കാലം എനിക്ക് നീ ആയുസ്സിട്ട് തരണമേ അല്ലാ. ഇബ്ലീസ് ഒന്നാമതായി അള്ളാഹുവിനോട് ചോദിച്ച ആയുസ്സിനെ ഇബ്ലീസിന് അള്ളാഹു ഇട്ടുകൊടുക്കുകയാണ്. ഈ ഭൂമി എത്ര കാലമാണോ ഇബ്ലീസ് നിലനിൽക്കുന്നത് അത്രയും കാലം നിനക്കിതാ ഞാൻ ആയുസ്സിട്ട് തരികയാണ്. രണ്ടാമതായി കൊണ്ട് ഇബ്ലീസ് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയത് എന്തെന്നറിയുമോ? അള്ളാഹുവേ നിന്നിലേക്ക് ജനങ്ങൾക്ക് അടുക്കുവാൻ ഒരുപാട് നല്ല നല്ല സദസ്സുകളുണ്ടല്ലോ അല്ലാ. ദിക്റിന്റെ മജ്‌ലിസ് ഉണ്ട്, സലാത്തിന്റെ മജ്‌ലിസ് ഉണ്ട്, ഖുർആൻ ഓതുന്ന മജ്‌ലിസ് ഉണ്ട്, തസ്ബീഹ് ചൊല്ലുന്ന മജ്‌ലിസ് ഉണ്ട്. അതുപോലെ വജഅൽനി മജ്‌ലിസാ, എനിക്കും അതുപോലെ ഒരു മജ്‌ലിസ്, ഒരു സദസ്സ് അനുവദിച്ചു തരണമേ അല്ലാ. രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ഇബ്ലീസിന് വേണ്ടി അനുവദിച്ചു കൊടുക്കുകയാണ്. വജഅൽതു ലക മജ്‌ലിസാ, ഇബ്ലീസേ നിനക്ക് വേണ്ടി ഞാനിതാ ഒരു മജ്‌ലിസ് അനുവദിച്ചു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, മുഅ്മിനീങ്ങളെ കേൾക്കണേ. ഇബ്ലീസിന് അല്ലാഹു തആല അനുവദിച്ചു കൊടുത്ത മജ്‌ലിസ് ഏതെന്നറിയുമോ? അൽ അസ്വാഖു വ മജാമിഉത് തുറക്ക്. അങ്ങാടികളുണ്ടല്ലോ, പീടിക കോലായികളുണ്ടല്ലോ, നാടുകളുടെ റോഡുകൾ ബന്ധിക്കുന്നതായ യോജിക്കുന്നതായ ജംഗ്ഷനുകളുണ്ടല്ലോ, ഇതാണ് ഇബ്ലീസിന് അല്ലാഹു തആല അനുവദിച്ചു കൊടുത്ത മജ്‌ലിസ് എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഒന്നാമതായി ഇബ്ലീസ് അല്ലാഹുവിനോട് ആയുസ് ചോദിച്ചു വാങ്ങിയപ്പോൾ രണ്ടാമതായി ചോദിച്ചത് എന്താ? ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി എനിക്ക് ഒരു മജ്‌ലിസ് തരണേ അല്ലാ. അല്ലാഹു അനുവദിച്ചു കൊടുത്തു ഇബ്ലീസിന് മജ്‌ലിസ്. ഏതാ? വജഅൽതു ലക മജ്‌ലിസ അൽ അസ്വാഖു വ മജാമിഉത് തുർക്. അങ്ങാടികളും പീടികക്കോലായികളും, നാടുകളിലെ റോഡുകൾ യോജിക്കുന്നതായ ജംഗ്ഷനുകൾ അല്ലേ? ഇവിടെയൊക്കെ 24 മണിക്കൂറും ഹയാത്താക്കുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റും. അങ്ങാടി വെറുതെ പോയി നിൽക്കാൻ നല്ല രസമാണ്, സമയം ഇങ്ങനെ പോയിക്കോളും അല്ലേ? ചില നാടുകളിൽ ചായക്കടകളുണ്ടാവും, തട്ടുകടകളുണ്ടാവും. ആ തട്ടുകടക്കൊരു പ്രത്യേക കോലായും ആ പീടികക്കൊരു പ്രത്യേക കോലായൊക്കെ ഉണ്ടാവും. സുബ്ഹി നിസ്കരിച്ചിട്ട് തൊപ്പിയും താടിയൊക്കെ വെച്ച ഹാജിക്കന്മാര്, നല്ല നല്ല ആൾക്കാർ പോയിരിക്കും ചായ കുടിക്കാൻ വേണ്ടി. ഇവിടെ ഈ പീടികക്കോലായി ചായ കുടിക്കാൻ പോയാൽ പിന്നെ ചായ കുടിച്ച് പോകലല്ല പതിവ്. പിന്നെയോ പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെയാ വരുന്നത്, ഒരുപാട് ചർച്ചയാ പീടികക്കോലായിൽ വെച്ചിട്ട്. ആര് ജയിക്കും ആര് തോക്കും പറഞ്ഞ് ലാസ്റ്റത്തിൽ പള്ളിയുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഉസ്താദുമാര് എല്ലാവരും ഇറച്ചി തിന്നിട്ടുണ്ടാകും. ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു കോടതിയായി മാറിപ്പോയി. അതായത് പീടികക്കോലായി. ഇന്ന് പള്ളീന്റെ കോലായി അങ്ങനെ ആയിപ്പോയോ എന്ന് സംശയിക്കാം. പള്ളീന്റെ കോലായും ചില പള്ളിക്ക് കോലായി കാണാം. ആ കോലായിൽ ഇരുന്നിട്ട് നിസ്കരിച്ചിട്ട് നേരെ വന്നിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് തുടങ്ങും മൂത്രയിക്കാൻ പോകുന്ന ഉസ്താദിനെ കണ്ടാ പറയുന്നത്, മൂപ്പർ ഇപ്പല്ലേ നാട്ടിലേക്ക് പോയത്, വീണ്ടും നാട്ടിലേക്ക് തന്നെയാ പോകുന്നത്. മൂത്രയിക്കാൻ പോകുന്ന ഉസ്താദായിരിക്കും, കാണുന്നതോ നാട്ടിൽ പോകുന്നതായിട്ട്. ഇങ്ങനെയൊക്കെ വേണ്ടാത്ത കുറെ ചർച്ചകൾ, സംസാരങ്ങൾ. അത് പള്ളിയിൽ ഉസ്താദിനെ കുറിച്ചായാലും വേണ്ടില്ല, നാട്ടിലെ ജമാഅത്തിനെ കമ്മിറ്റിയെ കുറിച്ചായാലും വേണ്ടില്ല, എല്ലാറ്റിനെയും വിമർശിക്കുക. എന്തിനാ മുഅ്മിനെ, എന്തിനാ ഇതൊക്കെ? അതൊക്കെ പറഞ്ഞത് കൊണ്ട് എന്ത് നേട്ടാ നമുക്ക് കിട്ടുന്നത്? ശരിക്കും ആലോചിച്ചു നോക്കുക. ഇത് ഇബ്ലീസിന്റെ സദസ്സാണ്, മജ്‌ലിസാണെന്ന് മഹാനായ ഗസ്സാലി ഇമാം
ഇവിടെ പോയിട്ട് സമയം ചെലവഴിക്കുന്ന ഒരു മനുഷ്യന് നന്നാകാൻ പറ്റൂല. ഒരാൾക്കും മനസ്സിന്റെ ഉള്ളിൽ ഇഖ്ലാസ് വരാനുണ്ട്, തഖ്വ വരാനുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നിസ്കരിക്കുന്നുവെങ്കിൽ പടച്ചോന് വേണ്ടിയല്ല നിസ്കരിക്കുന്നത്, പിന്നെയോ പടപ്പിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. ഞാൻ വലിയ നിസ്കാരക്കാരനാണ്, ഞാൻ വലിയ തൊപ്പി വെക്കുന്നവനാ, ഞാൻ വലിയ താടി വെക്കുന്നവനാ, ഞാൻ വലിയ തസ്ബീഹ് കല്ലെടുത്ത് നടക്കുന്നവനാ. ഇതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? ജനങ്ങൾ കാണണം ഞാൻ വലിയ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. പടച്ചോനെ പേടിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന ഒരാളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിരുന്നിട്ട് മറ്റുള്ളവന്റെ പച്ച ഇറച്ചി തിന്നാ നിൽക്കൂല, വീടേക്കോലായിൽ നടക്കുന്നത്. എന്നാൽ നാട്ടിലെ റോഡുകൾ യോജിക്കുന്നതായ ജംഗ്ഷനുകൾ ഉണ്ടാകും. അവിടെ പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഒരു കൊടിമരം ഉണ്ടാകും. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ആകട്ടെ, ആ കൊടിമരത്തിന്റെ താഴെ രാത്രി 2 മണിയായാലും 1 മണിയായാലും നമ്മുടെ നാട്ടിൽ മുസ്ലിം ചെറുപ്പക്കാർ എപ്പോഴും ഹയാത്തിലായിരിക്കും. പലപ്പോഴും മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടുകളിൽ കൂടി രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ വയലും കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ധൈര്യമാണ്. എന്താ? നമ്മുടെ ചെറുപ്പക്കാരായ യുവാക്കള് ഉറങ്ങിയിട്ടുണ്ടാകൂല എന്നൊരു ധൈര്യം. ആ ചെറുപ്പക്കാര് അടുത്തുള്ള ആൾക്കാരോടൊന്നും സംസാരിക്കൊന്നും ചെയ്യൂല, പിന്നെയോ നല്ല മൊബൈൽ ഫോൺ ഉണ്ടാകും കയ്യിൽ. ആ മൊബൈൽ ഫോണിൽ ഇങ്ങനെ പിടിച്ചിട്ട് കുറെ സംസാരിക്കുന്നുണ്ടാകും, കുറെ എഴുതി വിടുന്നുണ്ടാകും. എന്താ സംസാരം, എന്താ എഴുത്ത്, എല്ലാം ഫിത്നയും ഫസാദ്. നല്ല കാര്യം ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, ഈ ആധുനിക യുഗത്തിന് അല്ലാഹുവിനോട് പിശാച് ചോദിച്ചു വാങ്ങിയ മജ്‌ലിസുകളുടെ കൂട്ടത്തിൽ നമ്മുടെ കരങ്ങളിലുള്ള മൊബൈൽ ഫോണും പെട്ടുപോയി. സൈബർ യുഗത്തിലെ യുവാക്കളെ കുറിച്ച് പറയുമ്പോ ചെറുപ്പക്കാരാ പിശാചിന്റെ സദസ്സായ പീഡിയക്കോലായും അങ്ങാടിയും നാട്ടിലുള്ള വെയിറ്റിംഗ് ഷെഡുകളും റോഡുകൾ യോജിക്കുന്നതായ ജംഗ്ഷനുകളൊക്കെ പെടാനുള്ള കാരണം അവിടെയൊക്കെ ജനങ്ങൾ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് ദുഷിച്ചു പോകുന്നത് കൊണ്ടാണെങ്കിൽ, നാലാമതായിക്കൊണ്ട് ഇബ്ലീസിന്റെ സദസ്സിൽ പെടുകയാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണ്. ആ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകള് ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. ഒരാളുടെ മൊബൈൽ ഫോണിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്? ഓരോരുത്തരും എടുത്ത് സമയം കിട്ടുമ്പോഴൊന്ന് വാട്സപ്പ് പതുക്കെ താഴോട്ടാക്കി നോക്കുമ്പോ 100 കണക്കിന് ഗ്രൂപ്പുള്ള ചെറുപ്പക്കാരില്ലേ നമ്മുടെ കൂട്ടത്തില്? ചുരുങ്ങിയതൊരു 10 വാട്സപ്പ് ഗ്രൂപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ 10 വാട്സപ്പ് ഗ്രൂപ്പിൽ മാക്സിമം മെമ്പർമാരുടെ ലിമിറ്റേഷൻ 256 പേരാണ്. ഒരു പീഡിയക്കോലായിൽ കൂടിയാൽ 10-15 പേരായിരിക്കും മാക്സിമം ഫിത്നയിലാവുക, മാക്സിമം ഗീബത്ത് കേൾക്കുക. എന്നാൽ നമ്മുടെ കയ്യിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു ഗ്രൂപ്പിൽ ഒരു ഫിത്നയിട്ടാൽ 256 ആൾക്കാരാണ് കേവലം മിനിറ്റുകൾക്കകം, സെക്കൻഡുകൾക്കകം ഫിത്നയിലും ഫസാദിലുമായി പോകുന്നത്. ഗീബത്ത് കേൾക്കുന്നത്, നമീമത്ത് കേൾക്കുന്നത് 256 പേരാണെങ്കിൽ ആ 256 പേർക്കും ഉണ്ടാവില്ലേ ഇതുപോലെ ചുരുങ്ങിയ 10 ഗ്രൂപ്പെങ്കിലും അവർ ആ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോ അവർ ചെയ്യുന്ന ഗ്രൂപ്പിലും ഉണ്ടാവില്ലേ 256 പേര്? അങ്ങനെ ലക്ഷക്കണക്കിന് പേര് ഒരൊറ്റ ദിവസം കൊണ്ട് ഫിത്നയിലാകാനും ഫസാദിനാകാനും നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണിലെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഉപയോഗിക്കുമ്പോ മുഅ്മിനേ അങ്ങനെ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും ഇബ്ലീസിന്റെ മജ്‌ലിസാണെന്നും മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും ആരുടെ മജ്‌ലിസിൽ പെടും? ഇബ്ലീസിന്റെ മജ്‌ലിസിൽ പെടുകയാണ്. അതുകൊണ്ട് ഒരു മെസ്സേജ് നമ്മുടെ നാവിന്റെ തുമ്പിൽ നിന്നും വോയിസ് ആയിക്കൊണ്ട് ഒരു ഗ്രൂപ്പിൽ അയക്കുമ്പോ ഒരിക്കലും തന്നെ ഒരാളുടെ മനസ്സ് നോവിക്കാൻ ഇടവരരുത്, ഒരാളുടെ ഹൃദയം നോവിക്കാൻ ഇടവന്നു പോകരുത്. ഒരു വോയിസ് അയക്കുമ്പോൾ ശരിക്കും കെയർ ചെയ്തിട്ട് ഈ വോയിസ് അയച്ചാൽ ആരെങ്കിലും വേദനിച്ചു പോകുമോ എന്ന് തോന്നിപ്പോയാൽ ഉടനെ തന്നെ ക്യാൻസർ അടിക്കുക. യാ അല്ലാഹ്, അവൻ വേദനിച്ചാൽ പടച്ചറപ്പന്നെ വെറുതെ വിടൂലാലോ.
പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസമാണല്ലോ ഇത്. ശഅബാനും റമദാനൊക്കെ വരാൻ പോവുകയാണ്. റജബ് മാസം ശഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണെന്ന് പറയാനുള്ള കാരണം എന്തേ? അല്ലാഹു തആല മഗ്ഫിറത്ത് കൊണ്ട് പൊതിയുന്ന മാസമാണ്, പാപമോചനം കൊണ്ട് പൊതിയുന്ന മാസമാണ് ഈ പരിശുദ്ധമായ റജബ് മാസം. ഈ മാസത്തിൽ അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും, ചോദിച്ചവർക്കൊക്കെ പുറത്തു കൊടുക്കും. പക്ഷേ ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരുടെ മനസ്സാണോ വേദനിച്ചു പോയത്, അവന്റെ അടുക്കലിൽ പോയിട്ട് നിന്നെ ഞാൻ വേദനിച്ചു പോയിട്ടുണ്ട്, എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണേ എന്ന് പൊറുക്കലിന്റെ മനുഷ്യന്മാരുടെ അരികിൽ പോയിട്ട് ചോദിക്കാത്ത കാലത്തോളം, റജബ് വന്നാലും ശരി, ശഅബാൻ വന്നാലും ശരി, പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം വന്നാലും ശരി, അല്ലാഹു പുറത്തു തരൂല, പടച്ചോൻ പുറത്തു തരൂല. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, പരസ്പരം പിണക്കങ്ങളൊക്കെ വരാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാമഗ്രി ഏതാണ്? മൊബൈൽ ഫോണാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ പിണങ്ങിപ്പോവുക ജനങ്ങൾ. അതുകൊണ്ട് നമ്മുടെ കൈ ആ മെസ്സേജ് അയക്കാൻ വേണ്ടി, വോയിസ് അയക്കാൻ വേണ്ടി പ്രസ് ചെയ്യുമ്പോൾ കൈ കുറ്റക്കാരനാവുകയാണ്, നാവതിൽ ഭാഗവാക്കാവുകയാണ്. അത് കാരണം എത്രയോ ആൾക്കാർ ഫിത്നയിലാവുകയാണ്, ഫസാദാവുകയാണ്. ഒരു കാരണവശാലും നമ്മുടെ നാവ് കാരണമോ കൈ കാരണമോ ഒരാളും ഫിത്നയിലോ ഫസാദിനോ ആയി പോകാൻ പാടില്ല. അല്ലാഹു തആല അങ്ങനെ സൂക്ഷിച്ച്, നാവിനെ സൂക്ഷിച്ച്, കൈയെ സൂക്ഷിച്ച്, കാലിനെ സൂക്ഷിച്ച് ജീവിതത്തിലുടനീളം നല്ലവരായി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, മുഅ്മിനാത്തേ, നമ്മുടെ നാവ് കാരണം, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയക്കുന്ന വോയിസ് കാരണം ഏതെങ്കിലും മനുഷ്യന്റെ മനസ്സ് വേദനിച്ചു പോയെങ്കിൽ, ഏതെങ്കിലും മനസ്സ് മാനസികമായി തളർന്നു പോയെങ്കിൽ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിനെ മുൻനിർത്തിക്കൊണ്ട് പറയട്ടെ, ഒരു വോയിസ് തിരിച്ചങ്ങ് അയച്ചു കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ട സ്നേഹിത, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാനൊന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയച്ച മെസ്സേജ് കാരണം നിന്റെ മനസ്സ് വേദനിച്ചു പോയി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് നന്നാവണമെന്ന് പൂതിയുണ്ട് മനുഷ്യ. അതുകൊണ്ട് എനിക്കൊന്ന് പുറത്തു തരണേ, പുറത്തു തരണേ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അയക്കുന്ന മെസ്സേജ് കാരണം ഇന്ന് മുതൽ ഒരാളും മനസ്സ് വേദനിച്ചു പോവല്ലേ, ഇന്ന് മുതൽ ഒരാളുടെയും മനസ്സ് വേദനിച്ചു പോവല്ലേ. പ്രതിജ്ഞയെടുക്കും മുഅ്മിനേ, പ്രതിജ്ഞയെടുക്കും മുഅ്മിനേ. ഇന്ന് നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നത് ഇതുപോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലല്ലേ. ജമാഅത്തിന്റെ ഭാരവാഹികളെ പോലും തെരഞ്ഞെടുക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉയരുന്ന ഫിത്ന ഫസാദിന്റെ വഴിവെച്ചുകൊണ്ടല്ലേ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോയിക്കൊണ്ട് അനാവശ്യ സംസാരങ്ങൾ സംസാരിച്ച് ഒരു നാടിനെ നിങ്ങളെ ഫിത്നയിലാക്കിയാൽ, ഒരു നാടിനെ നിങ്ങളെ ഫസാദിലാക്കിയാൽ പടച്ച റബ്ബ് വിടില്ലടാ, പടച്ച റബ്ബ് വിടില്ലടാ. അല്ലാഹുവേ കാത്തു രക്ഷിക്കണേ അല്ലാ, കാത്തു രക്ഷിക്കണേ അല്ലാ. എല്ലാം തീരുമാനിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലല്ലേ. ജനറൽ ബോഡി എടുക്കുമ്പോൾ ജമാഅത്തിന്റെ ന്യൂനതകളും ജമാഅത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ചർച്ച ചെയ്തില്ല. പിന്നെന്തിനാടോ ഇവിടെ ജമാഅത്തിന്റെ ഓഫീസും ജമാഅത്തിന്റെ സ്ഥാപനങ്ങളൊക്കെ? നിങ്ങൾക്ക് അങ്ങനെ തീരുമാനിച്ചാൽ പോരെ? ജമാഅത്തിന്റെ ഭാരവാഹി എന്നാണെന്ന് വാട്സപ്പ് ഗ്രൂപ്പ് തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ പോരെ? പിന്നെന്തിനാ ജനങ്ങളെ വിളിച്ചിട്ടൊരു ജനറൽ ബോഡിയൊക്കെ വിളിപ്പിക്കേണ്ട ആവശ്യം? അതുകൊണ്ടൊരു നാടിനെ ഫിത്നയിൽ, നമ്മുടെ നാവ് ആ നാട് ഫിത്നയിലാകാൻ ഭാഗവാക്കായി പോയിട്ടുണ്ടെങ്കിൽ, സൈബർ യുഗത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരാ, ആ നാവ് നിന്നെ അല്ലാഹു തആല എന്തെങ്കിലും അസുഖം നൽകിയിട്ട് പരീക്ഷിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകില്ല. അല്ലാഹു കാക്കുമാറാവട്ടെ. എല്ലാ തെറ്റും അങ്ങനെയാ. നമ്മുടെ കൈ കൊണ്ടൊരു തെറ്റ് ചെയ്തു, നമ്മളെ പേഴ്സണലായിട്ടൊരു തെറ്റ് ചെയ്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത അള്ളാഹു പുറത്തു തരും. മദ്യപിച്ച ഒരാൾ പടച്ച റബ്ബിനോട് അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, ഖേദിച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്ത് അല്ലാഹ് പുറത്തു കൊടുക്കും അല്ലേ? വ്യഭിചരിച്ചാൽ അല്ലാഹ് പുറത്തു കൊടുക്കും. പക്ഷേ ഒരു സമുദായത്തെ ഫിത്നയിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ജനതയെ ഫിത്നയിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഫസാദിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഓരോരുത്തന്റെയും അടുക്കൽ പോയിട്ട് പൊരുത്തപ്പെടിക്കാത്ത കാലത്തോളം അല്ലാഹു പുറത്തു തരൂല.
അള്ളാഹു അങ്ങനെയുള്ള സ്വഭാവത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ നിയ്യത്ത് ചെയ്യുക, ഞാൻ കാരണം ഒരു ജനങ്ങളും ഒരു ജനതയും ഫിത്നയിലാകാൻ പാടില്ല, ഒരു വിഭാഗം ഫിത്നയിലാകാൻ പാടില്ല. അതൊക്കെ വല്ലാത്ത ആവേശമായിരിക്കും. ഈ പിശാച് കയറിയിട്ടെടുക്കുന്ന പണിയാ ഇതൊക്കെ. പിശാച് ഇങ്ങനെ തിരിച്ചു തരും, വിടടോ മെസ്സേജ്, നിന്നെ കുറിച്ചല്ലേ പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കുക, ക്ഷമയിൽ മുൻകടക്കാന്ന ഹബീബായ തങ്ങൾ പറഞ്ഞത്. ക്ഷമിക്കുന്നവർക്ക് ഒരുപാട് വിജയം അല്ലാഹു നൽകും. എല്ലാം തവക്കൽതു അലല്ലാഹ്, പടച്ച റബ്ബിൽ അർപ്പിക്കുന്ന ഒരു ഈമാൻ നമുക്കുണ്ടായാൽ നാം എത്ര താഴേണ്ടി വന്നാലും മൻ തവാദ, നമ്മുടെ വിനയം കൊണ്ടല്ലേ താവുന്നത്, റഫഅഹുല്ലാഹ്, പടച്ചോ നമ്മെ ഉയർത്തിക്കോളും എന്ന ചിന്ത ഒരു മനുഷ്യനുണ്ടായാൽ അത് മതി അവന് വിജയം ലഭിക്കാൻ, അത് മതി അവൻ വിജയിക്കാൻ. അല്ലാഹു തആല അങ്ങനെ നല്ല മനസ്സ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഇബ്ലീസിന് അല്ലാഹു നൽകിയ സദസ്സിൽ ഇന്നത്തെ ഏതും പെട്ടുപോയി. വാട്സപ്പും ഫേസ്ബുക്കും അതുപോലെയുള്ള ഗ്രൂപ്പുകൾ പെട്ടുപോയി. ഇബ്ലീസിന്റെ എല്ലാ സ്വഭാവം അതിരുന്നുണ്ട്. ചെറുപ്പക്കാർ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കുക. ചെറുപ്പക്കാർ മാത്രമുള്ള, അല്ലെങ്കിൽ ചെറുപ്പക്കാരത്തികൾ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പ്. ചങ്സ് എന്ന പേരിലാവട്ടെ, ഫ്രണ്ട്സ് എന്ന പേരിലാവട്ടെ, കരളൂസ് എന്ന പേരിലാവട്ടെ, എന്ത് പേരിലായാലും ശരി, ഇങ്ങനെയുള്ള പേരിലുള്ള മക്കൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവരുടെ ചങ്ങാതിമാർ എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങ് തുറന്നു നോക്കി മതി. ചിലപ്പോൾ ചെവി പൊത്തേണ്ടി വരും, ചിലപ്പോൾ ചെവി പൊത്തേണ്ടി വരും അവർ അയക്കുന്ന വോയിസുകളൊക്കെ കേൾക്കണമെങ്കിൽ. അമ്മാതിരി ചീത്തകള്, അമ്മാതിരി അശ്ലീലങ്ങളാണ് മക്കൾ മൊബൈലിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടി പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ ഒരുപാട് സിനിമകളും അശ്ലീലങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി സിനിമകൾ, എത്രയെത്ര സിനിമ കുഞ്ഞു മക്കളെ പോലും അശ്ലീലം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇവിടെ ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നതില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, വാപ്പമാര്, നമ്മുടെ മക്കള് ഒരു കാരണവശാലും വഴിപിഴച്ചു പോകരുത് ഈ ഇബ്ലീസിന്റെ കെണിമലയിൽ പെട്ടുകൊണ്ട്. നമ്മുടെ ചെറുപ്പക്കാരത്തികളായ മക്കള് വഴിപിഴച്ചു പോകരുത്. ഇതൊക്കെ കണ്ടും കേട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നന്നാവാൻ കഴിയില്ല. മുഅ്മിനെ പടച്ചോനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അല്ലാഹു തആല എല്ലാവരെയും നന്നാക്കുമാറാവട്ടെ. ഇതാണ് ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ രണ്ടാമത്തെ മജ്ലിസ് എന്ന് പറയുന്ന പടച്ചോനോടുള്ള റിക്വസ്റ്റ്. മൂന്നാമതായി കൊണ്ട് ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുകയാണ്, നിന്നിലേക്ക് ജനങ്ങൾ കടക്കുവാൻ വേണ്ടി ഒരുപാട് നല്ല നല്ല ഖിറാഅത്തുകൾ നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഖിറാഅത്തുകൾ ഒരുമിച്ച് കൂടുന്നതായ പരിശുദ്ധ ഖുർആനുമുണ്ടല്ലോ. അതുപോലെ വജഅൽനീ ഖുർആനാ, എനിക്കും നീ ഒരു ഖുർആനിനെ അനുവദിച്ചു തരണമേ അല്ലാഹ്. ഇബ്ലീസിന് അല്ലാഹു തആല അനുവദിച്ചു കൊടുക്കുകയാണ്. ഇബ്ലീസേ വജഅൽതു ലക ഖുർആനാ, നിനക്ക് വേണ്ടി ഞാൻ ഇതാ ഒരു ഖുർആൻ അനുവദിച്ചു തരികയാണ്. ഇബ്ലീസിന് അനുവദിച്ചു കൊടുത്ത ഖുർആൻ ഏതെന്നറിയുമോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ? അശ്ശിഅറു, പാട്ടുകളാണ്. ഇബ്ലീസിന് അല്ലാഹു അനുവദിച്ചു കൊടുത്ത ഖുർആൻ അശ്ശിഅറു, പാട്ടുകൾ. അല്ലേ, നല്ല നല്ല പാട്ടുകൾ എന്ന് ചെറുപ്പക്കാരോട് ഏതാണെന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാർ പാടിത്തരും. എന്തൊക്കെ പാട്ടാ അല്ലേ? ജിമിക്ക് കമ്മല് എന്താണ്, എന്താ പാട്ടിന്റെ തുടക്കം? എന്താ മക്കളെ ജിമിക്ക് കമ്മലിന്റെ തുടക്കം? ജിമിക്ക് കമ്മലിന്റെ പാട്ടിന് തുടക്കം എന്താ? മറന്നുപോയാ? പാടു, ആരാ പാടല്? പാടാൻ പറഞ്ഞ മക്കളൊക്കെ ഉഷാറായി പാടും അല്ലേ? ഇങ്ങനെയുള്ള ജിമ്മിക്ക് കമല പോലത്തെ പാട്ടുകൾ പാടാനും കേൾക്കാനും ആസ്വദിക്കാനും മക്കൾക്ക് വല്ലാത്ത ആവേശമല്ലേ? സ്കൂള് പൂട്ടുന്ന സമയത്ത് എത്രയെത്ര സ്കൂളുകളിൽ വാർഷിക ആഘോഷം നടന്നു. ആ ആഘോഷങ്ങളിൽ ഉമ്മമാര് പർദ്ദ ധരിച്ചുകൊണ്ട്, തട്ടം ധരിച്ചുകൊണ്ട് മക്കളുടെ പാട്ട് കേൾക്കാൻ പോവുകയാണ്. മക്കള് പാടുന്ന പാട്ട് ഏതാണ്? ഉമ്മമാർ ആസ്വദിക്കുന്ന ആസ്വാദനം എന്താണ്? നാലാമത്തെ
നാലാമത്തെ കാര്യം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് കിടക്കാം. നാലാമതായി കൊണ്ട് ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയതെന്തെന്നറിയുമോ? വജഅൽനി മുഅദ്ദിനാ, നിന്നിലേക്ക് ജനങ്ങളെ വിളിച്ചു കൂട്ടാൻ വേണ്ടി വിജയത്തിലേക്ക് വരുവീൻ, നിസ്കാരത്തിലേക്ക് വരുവീൻ എന്ന് വിളിച്ചു കൂട്ടുന്ന പള്ളിയിലുള്ള മുഅദ്ദിനായ ഉസ്താദുമാരുണ്ടല്ലോ, മുക്കരി ഉസ്താദുമാരുണ്ടല്ലോ, അതുപോലെ എന്നിലേക്ക് ജനങ്ങളെ വിളിച്ചു കൂട്ടുന്ന ഒരു മുഅദ്ദിനെ എനിക്ക് നൽകണേ അല്ലാഹ്. വജഅൽനി മുഅദ്ദിനാ, എനിക്കും ഒരു മുഅദ്ദിനെ നൽകണേ അല്ലാഹ്. വജഅൽതു ലക മുഅദ്ദിനാ, ഇബ്ലീസേ ഇബ്ലീസേ നിനക്ക് ഞാനിതാ മുഅദ്ദിനെയും നൽകുകയാണെന്ന് പറഞ്ഞ് അല്ലാഹു തആല ഇബ്ലീസിലേക്ക് ജനങ്ങളെ വിളിച്ചു കൂട്ടാൻ നൽകിയ മുഅദ്ദിനാരെന്നറിയുമോ? അൽ മസാമീർ, വാദ്യോപകരണങ്ങളാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, കരേഖകൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് ട്രാക്ക് വെച്ചുകൊണ്ട് ഡാൻസ് കളിച്ച് പാട്ട് പാടുന്നത് കേൾക്കാറില്ലേ? ഉമ്മമാര് സ്കൂളിൽ നടക്കുന്ന വാർഷികാഘോഷത്തിന്റെ തട്ടം ധരിച്ചുകൊണ്ട് വാർത്ത ധരിച്ചുകൊണ്ട് പോയത് ഉമ്മ വാപ്പ. എന്നിട്ട് അതേ ഉമ്മമാരുടെ വാട്സപ്പിലുള്ള സ്റ്റാറ്റസ് വെക്കുകയാണ്. 5 വയസ്സും 6 വയസ്സും മാത്രം പ്രായമുള്ള ചെറിയ കുഞ്ഞുമക്കളുടെ ഡാൻസ് കളികള്, ചെറിയ കുഞ്ഞുമക്കള് മ്യൂസിക്കിന്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ആറാട്ടങ്ങള്, അനാചാരങ്ങള്, തമ്മാടിത്തരങ്ങള്. ഉമ്മാ വാപ്പ, ഇങ്ങനെയുള്ള മക്കളാണ് നാളെ പടച്ചിറപ്പിനോട് പറയുക, അല്ലാ അല്ലാ ഞങ്ങളെ മോശമാകാൻ കാരണം എന്റെ ഉമ്മയാണ് അല്ലാ. സ്കൂളിൽ വാർഷികം നടക്കുമ്പോ ഡാൻസ് കളിക്ക് ഞാൻ കൂടിയപ്പോ എനിക്കൊന്നും തിരിയാത്ത പ്രായത്തിൽ എന്റെ ഉമ്മ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നു അല്ലാ. ധരിക്കാൻ നല്ല വസ്ത്രം വാങ്ങിച്ചു തന്നു അല്ലാ. എന്റെ ഡാൻസ് കളി കാണാൻ വേണ്ടി എന്റെ ഉമ്മ എന്റെ സ്കൂളിലേക്ക് വന്നിട്ടുമുണ്ട് റബ്ബേ. രാത്രി 9 മണി വരെയും 10 മണി വരെയും വെള്ളം പോലും കുടിക്കാതെ എന്റെ ഡാൻസ് കളി കാണാൻ, എന്റെ ട്രാക്ക് ഇട്ട പാട്ട് കേൾക്കാൻ ഉമ്മ വന്നു നിന്നിട്ടുണ്ട് അല്ലാ. അതുകൊണ്ട് എന്റെ ഉമ്മയെ മലർത്തി കിടത്ത് റബ്ബേ. ആ ഉമ്മാന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് മതി റബ്ബേ എന്നെ നരകത്തിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാനെന്ന് ഈ കുഞ്ഞുമക്കള് പറയേണ്ട അവസ്ഥ വരുത്തിയത് ഉമ്മ നിങ്ങളാണ്, വാപ്പാ നിങ്ങളാണ്. അതുകൊണ്ട് ഇബ്ലീസ് നാലാമതായി ചോദിച്ചു വാങ്ങിയത്, അല്ലാഹുവേ അല്ലാഹുവേ എന്നിലേക്ക് ജനങ്ങളെ വിളിച്ചു കൂട്ടാൻ മുഅദ്ദിൻ എന്ന പേര് പാട്ടുകളും വാദ്യോപകരണങ്ങളുമാണ്. ഇതിന് അഡിക്റ്റായിക്കൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ, ഇതിന് അഡിക്റ്റായിക്കൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരത്തികളാണെങ്കിൽ, ചെറുപ്പക്കാരാ ചെറുപ്പക്കാരത്തി നിനക്കൊരിക്കലും നന്നാവാൻ കഴിയില്ല എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. എത്ര സത്യാണല്ലേ ഗസ്സാലി ഇമാം പറയുന്നത്, എത്ര സത്യാണ് എന്ന്. ഉമ്മമാര് ഇന്നലെ ഒരു സ്ഥലത്ത് വാഴത്തിന് പോയപ്പോ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, എന്നോട് അതിന് സംഘാടകർ പറഞ്ഞു, ഉസ്താദെ സാധാരണ സ്ത്രീകളൊക്കെ നല്ലോണം ഉണ്ട് എന്ന് പറയുന്നത്, പക്ഷെ കഴിഞ്ഞ ദിവസം പോയ സ്ഥലത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദെ സ്ത്രീകളൊക്കെ കുറച്ച് കുറവാണ്. ഞാൻ ചോദിച്ചത് ഒരു പതിവിന് വിപരീതമായി കൊണ്ട് സ്ത്രീകളൊക്കെ കുറവാണെന്ന് പറയുന്നത്. അത് അപ്പുറത്തെ നമ്മുടെ നാട്ടിൽ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ വാർഷിക ആഘോഷമാണ്, മക്കളുടെ ഡാൻസും പരിപാടിയെല്ലാം കാണാൻ വേണ്ടി ആര് പോയതാണ്? ഉമ്മ പോയതാണ്. രാത്രി 12 മണിക്ക് വയതും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പറദിയൊട്ട് മക്കനെയൊട്ട് ഹിജാബും ധരിച്ചിട്ട് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് ആര്? മുസ്ലിം താത്തമാർ. ഉളുപ്പുണ്ടോ ഇവർക്കൊക്കെ? ഉളുപ്പുണ്ടോ ഇവർക്കൊക്കെ? അത് ഏത് സ്ഥാപനത്തിന്റെ പേരിൽ നടക്കുന്ന സ്കൂളായാലും ശരി, ഡാൻസും പാട്ടും കൂത്തൊന്നും ഒരു ഇസ്ലാമും നമുക്ക് ഹലാലാക്കി തന്നിട്ടില്ല. പാട്ടും കൂത്തും എന്ന് പറഞ്ഞാൽ പാട്ട് പാടി ഡാൻസ് കളിച്ചിട്ട് സ്കൂൾ വാർഷികം നടത്താം. അത് ജമാഅത്ത് കമ്മിറ്റിന്റെ പേരിൽ നടക്കുന്ന സ്കൂളായാലും ശരി, സ്കൂൾ കുട്ടികളെ കൂട്ടാൻ വേണ്ടി ഹറാമ് ചെയ്തിട്ടല്ല കുട്ടികളെ കൂട്ടേണ്ടത്. ചില ജമാഅത്ത് കമ്മിറ്റിന്റെ പേരിൽ നടക്കുന്ന സ്കൂളിൽ നടക്കുകയാണ് എന്ത്? വാർഷികാഘോഷം, ഡാൻസും പാട്ടും കൂത്തുമൊക്കെ. ഏത് ദീനാ ഇതൊക്കെ? എന്നിട്ട് പറയുമ്പോ ഞൊണ്ടി ന്യായങ്ങള്. ഇതൊക്കെ നടത്തിയാലേ കുട്ടികളെ കിട്ടൂ. കള്ള് വിറ്റിട്ട് ദീൻ കച്ചവടാക്കാനോ ദീൻ നടത്താനോ ഒരു ഇസ്ലാമും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബിസ്മി ചൊല്ലിയിട്ട് കള്ള് കുടിച്ച ഹലാലാവോ?
അതിന് തുല്യല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? മക്കളെ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ചേർക്കുക, എന്നിട്ട് വാർഷികാഘോഷം എന്ന പേരിൽ ഉമ്മമാർ പോവുക ഉളുപ്പില്ലാതെ. മോളെ ഡാൻസ് കാണാൻ, മോളെ പാട്ട് മ്യൂസിക്കൊക്കെ ഇട്ട് മോളിങ്ങനെ നൃത്തം ചെയ്യുന്നത് കാണാൻ. പടച്ച റബ്ബിന്റെ പരീക്ഷണം പെയ്തിറങ്ങാൻ പിന്നെ എവിടെയാണ് പോകേണ്ടത്? പിന്നെ എങ്ങനെയാ പടച്ച റബ്ബ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് നമ്മെ പരീക്ഷിക്കാതിരിക്കുക? എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഓരോ ദിവസവും പടച്ച റബ്ബിൽ നിന്നും നാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നന്നാവണമെന്ന് ആഗ്രഹമുള്ള ഒരാളും ഇതുപോലെയുള്ള മ്യൂസിക് വെച്ചുകൊണ്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് ജീവിക്കൂല. പാട്ട് കേട്ടുകൊണ്ട് ജീവിക്കൂല. നിങ്ങൾ നോക്കിയ ചില ചെറുപ്പക്കാർക്ക് ഇയർഫോൺ ചെവിയിൽ തിരികാതെ ഉറക്കം വരൂല. രാവിലെ ഉമ്മ മോനെ വിളിക്കാൻ പോയാലും മോന്റെ ചെവിയിൽ നിന്ന് പാട്ട് പാടുന്നുണ്ടാകും. ആ പാട്ട് കേട്ടുകൊണ്ട് ഉറങ്ങുന്ന ഒരു ചെറുപ്പക്കാരനും പരിശുദ്ധമാക്കപ്പെട്ട് ഖുർആൻ ഓതാൻ പോയിട്ട് ഖുർആൻ എടുക്കാൻ പോലും മനസ്സ് വരൂല. അത് റമദാനല്ല, അതിനേക്കാളും പുണ്യമുള്ള വേറൊരു ദിവസം വന്നാലും മാസം വന്നാലും ഖുർആൻ തൊടാൻ പോലും മനസ്സ് വരൂല. ആദ്യം ഈ പിശാചിന്റെ കെണിവലയിൽ നിന്നൊക്കെ സലാമത്താകണം, എന്നാലേ ഒരു മനുഷ്യന് നന്നാവാൻ കഴിയൂ എന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് എന്ന് തീരുമാനിക്കുക, എന്ന് ഇവിടെ നിങ്ങൾ തീരുമാനിക്കുക. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന യുവ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ തീരുമാനിക്കുക. രാത്രി ഉറങ്ങുമ്പോ ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് പാട്ടും കേട്ട് ഉറങ്ങിയ ഒന്ന് മനസ്സിലാക്കിക്കോ, ഒരു മനുഷ്യന്റെ ഉറക്കം എങ്ങനെയാണോ അതുപോലെയായിരിക്കും അവന്റെ മരണം. നിങ്ങൾ നോക്കിക്കോളി. രാത്രി ഉറങ്ങുമ്പോൾ സുന്ദരമായ മുഖത്തോടുകൂടി കിടന്നുറങ്ങുന്ന ആൾക്കാരെ കാണാം, മരിച്ചാലും അവരുടെ മുഖം വളരെ സുന്ദരമായി കാണാൻ കഴിയും. എന്താ കാരണം? സുന്ദരമായ മുഖത്തോടുകൂടി ഒരു മനുഷ്യൻ ഉറങ്ങണമെങ്കിൽ അവൻ മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങണം, എന്നാലേ അവന്റെ മുഖത്ത് സൗന്ദര്യം കാണുകയുള്ളൂ. ഉറങ്ങുമ്പോൾ, രാത്രി ഉറങ്ങുമ്പോൾ ഒരാളെ മുഖം പോയി നോക്കിയാൽ മനസ്സിലാകും ഓൻ എന്ത് സ്വപ്നമായി കാണുന്നത്. പേടിക്കുന്ന സ്വപ്നാണോ, ടെൻഷനാണോ, സന്തോഷാണോ? എവിടെ പ്രത്യക്ഷപ്പെടും? മുഖത്ത് പ്രത്യക്ഷപ്പെടും. എന്നാൽ സന്തോഷമുള്ള സമാധാനത്തോടു കൂടിയുള്ള ഉറക്കം കിട്ടാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ചെയ്യോ? മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കോ? അല്ലെ, ചെറിയ മക്കള് ഉമ്മാന്റെ അടുത്തേക്ക് ഉറങ്ങാൻ പോകുമ്പോ തലയണിയും ഇവിടെ ഇറുക്കി പിടിച്ചിട്ട് വന്നിട്ട് ചോദിക്കും, ഉമ്മ ഇന്ന് എവിടെയാ ഞാൻ ഉറങ്ങേണ്ടത്? ഉമ്മ കുഞ്ഞിന്റെ കയ്യും പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കും, ഇന്ന് മോള് ഇവിടെ ഉറങ്ങും. പിറ്റേന്ന് അതേ കുഞ്ഞ് വരും, ഉമ്മ ഇന്ന് എവിടെയാ ഉറങ്ങേണ്ടത്? പിറ്റേന്ന് അതേപോലെ കാണിച്ചു കൊടുക്കും, ഇന്ന് ഇവിടെ ഉറങ്ങും മോളെ. മൂന്നാമത്തെ ദിവസം വീണ്ടും വരും, ഇന്ന് എവിടെയാ ഉറങ്ങേണ്ടത്? എത്ര ദിവസമായി നിന്നോട് പറയുന്നത് എവിടെയും പോയി ഉറങ്ങുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ആട്ടി ഓടിക്കല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. മോളെ ഉറങ്ങുമ്പോ ഉമ്മ ചെയ്യുന്നത് പോലെ മോള് ചെയ്യണം. ഉമ്മാന്റെ കൂടെ വരൂ മോളെ, ഉമ്മാന്റെ കൂടെ വരൂ മോനെ എന്ന് വിളിച്ചിട്ട് ഉമ്മമാര് കുഞ്ഞിനെയും കൂട്ടിയിട്ട് പൈപ്പിന്റെ അരികിൽ പോയിട്ട് ബ്രഷ് എടുത്തുകൊണ്ട് ഉമ്മ ബ്രഷ് ചെയ്യുന്നത് പോലെ ബ്രഷ് ചെയ്യിപ്പിക്കുക. ആ ബ്രഷ് ചെയ്യിപ്പിക്കുമ്പോ ഔദു ബിസ്മിയൊക്കെ ഓതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ബ്രഷ് ചെയ്യുമ്പോൾ എന്താണ് സൂക്ഷിച്ചത്? റസൂലുള്ളാഹി തങ്ങള് പല്ലിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് വീതിയിലായിരുന്നു ബ്രഷ് ചെയ്തത്. താഴോട്ടും മുകളിലോട്ടും കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട്, കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട്, മോളെ ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്, മോനെ ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ബ്രഷ് ചെയ്യേണ്ട രീതി പോലും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നാവ് തുടക്കുമ്പോ റസൂലുള്ളാഹി നീളത്തിനായിരുന്നു നാവ് തുടച്ചത്, അതുപോലെ നീളത്തിന് നാവ് തുടച്ചുകൊണ്ട് കാണിച്ചു കൊടുത്ത് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഉമ്മമാര് വുദൂ ചെയ്യുക. കുട്ടിയെ കൊണ്ട് അതേപോലെ ചെയ്യിപ്പിക്കുക. മോളെ ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞ് മുൻകൈ കഴുകുമ്പോ പറയും, മോളെ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം എന്ന് നിങ്ങൾ പറയുമ്പോൾ അതേപോലെ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട്
വുദൂഉം ചെയ്യിപ്പിക്കുക. ശേഷം വുദൂഇന് ശേഷമുള്ള ദുആ അതും മക്കളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. മക്കളെ ഉപദേശിക്കലല്ല ഉമ്മ. ഒരു കുഞ്ഞ് നന്നാവാനുള്ള കാരണം മക്കൾക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം അതബ്, നിങ്ങളെ മര്യാദകള്, ജീവിത ശൈലികള് മക്കളെ പരിശീലിപ്പിക്കുകയും വേണം. അതെങ്ങനെയാണ് പരിശീലിപ്പിക്കേണ്ടത്? നിങ്ങളിൽ കൂടി കണ്ട് മക്കളെ പരിശീലിപ്പിക്കണം. എന്നിട്ടോ വുദൂഅൊക്കെ കഴിഞ്ഞ് വുദൂഇന് ശേഷമുള്ള ദുആ കഴിഞ്ഞ് ആ കുട്ടിയുടെ കയ്യും പിടിച്ചിട്ട് കിടപ്പറയിലേക്ക് പോവുക. എന്നിട്ട് രണ്ട് കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതി കൈ വെള്ളയിലേക്ക് ഊതിയിട്ട് ശരീരമാസകലമങ്ങ് തടവുക. അതേപോലെ മക്കളും ഓതുന്നത് നിങ്ങൾക്ക് കാണാം, തടവുന്നത് നിങ്ങൾക്ക് കാണാം. ശേഷം ആയത്തുൽ കുർസി ഓതുക. അവസാനം ബിസ്മിക റബ്ബി, പറമോനെ ബിസ്മിക റബ്ബി, പറമോളെ ബിസ്മിക റബ്ബി, വദഅതു ജംബി, പറമോനെ വദഅതു ജംബി. ഈ ദിക്ർ മുഴുവനായങ്ങ് ഉമ്മ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു 10 ദിവസം ഇതുപോലെ മക്കൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കൊടുത്താൽ 11ാമത്തെ ദിവസം കുഞ്ഞ് ഉമ്മാന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഉമ്മ ഇന്ന് ബ്രഷ് ചെയ്യുന്നില്ല ഉമ്മ? ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ഉമ്മ വുദൂ ചെയ്യാ അല്ലേ ഉമ്മ? അങ്ങനെ ബ്രഷ് ചെയ്ത് വുദൂ ചെയ്ത് ദിക്റൊക്കെ ചൊല്ലിയിട്ട് 11ാമത്തെ ദിവസം തന്നെ മക്കള് ചെയ്തെടുത്ത വീണ്ടെടുത്ത പ്രാക്ടീസുകൾ ഉപയോഗപ്പെടുത്തുമ്പോ ആ മക്കള് പിന്നെ ഭാവിയിൽ ഒരു കാരണവശാലും ഇതുപോലെ ഉറങ്ങാത്ത മക്കളാവില്ല ഉമ്മ. ഇതൊന്നും ശീലിപ്പിക്കാത്ത മക്കളാണെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ 11 മണി വരെയും 12 മണി വരെയും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഉണ്ടാവും അല്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരത്തികളും ഏറ്റവും കൂടുതൽ ഓൺലൈനായി കാണുന്ന സമയത രാത്രി ആഫ്റ്റർ 10 o'clock എല്ലാവരും സജീവമായിട്ട് ഇവിടെ ഉണ്ടാവും. രാവിലെ ചിലപ്പോൾ മെസ്സേജ് അയച്ചാൽ കിട്ടണമെന്നൊന്നുമില്ല. രാത്രി ഒരു മെസ്സേജ് അയച്ചു കൊടുത്ത് ഓൺ ദി സ്പോട്ടിൽ ഇങ്ങോട്ട് റീപ്ലൈ കിട്ടും. 1 മണിയായാലും ചിലപ്പോൾ രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ് 1 മണിക്ക് 2 മണിക്കൊക്കെ വെറുതെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ യുവാക്കൾ സജീവമായിട്ട് ഇവിടെ കാണും, വാട്സപ്പ് കാണും. ഇങ്ങനെ രാത്രി 11 മണി 12 മണി 1 മണി വരെ വാട്സപ്പിൽ ഹയാത്താക്കിയാൽ ചെറുപ്പക്കാരാ അവസാനം നല്ല നിലക്ക് നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല. ചെറുപ്പക്കാരാ, നല്ല നിലക്ക് മരണം നിങ്ങൾക്ക് വേണോ? ആദ്യം നിങ്ങളുടെ ഉറക്കം നന്നാക്കുക. ഉറങ്ങുമ്പോ ഈ പറയുന്ന മര്യാദകളൊക്കെ ചെയ്തുകൊണ്ട് സുന്ദരമായി നിങ്ങൾക്കൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ ചെറുപ്പക്കാരാ സമാധാനമുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടുകയോ നാളെ നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളെ മുഖം പ്രകാശിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖമായി മാറുകയാണ്. നിങ്ങൾ ഉറങ്ങുമ്പോ വൃത്തിയിൽ ഉറങ്ങിയ ഉറങ്ങിയ കാരണം കൊണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ എന്ത് തിരക്കുണ്ടാവട്ടെ രാത്രി ഉറങ്ങുമ്പോൾ വുദൂഉം ബ്രഷൊന്നും ചെയ്യാതെ ഈ പറയപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദതൈനും, ഫാത്തിഹ അറിയില്ലേ, ഖുൽ ഹുവല്ലാഹ് അറിയില്ലേ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അറിയില്ലേ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അറിയില്ലേ? ഇതിന്റെയൊക്കെ മഹത്വം എന്താ? അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബിവിയോട് പറഞ്ഞു, മോളെ ഫാത്തിമ ഖുർആൻ മൊത്തം ഓതാതെ നീ ഉറങ്ങല്ലേ? ഫാത്തിമ ബിവി ചോദിച്ചു, നബിയെ അതെങ്ങനെയാ ഖുർആൻ മൊത്തം ഓതിയിട്ട് ഞാനൊരു ദിവസം ഉറങ്ങാം? അപ്പൊ റസൂൽ പറഞ്ഞ ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത് 3 ഓതിയ ഖുർആൻ മുഴുവനും ഓതിയ കൂലിയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ മുഴുവൻ ഓതിയ കൂലിയും കൊണ്ടാ ഉറങ്ങുന്നത്. അങ്ങനെ ഓതിയിട്ട് നിങ്ങളുടെ കൈവെള്ളയിൽ ഊതിയിട്ട് ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് തടവാൻ പറ്റോ അതൊക്കെ തടവാ. എന്നാൽ നിങ്ങളുടെ ഉറക്കത്തിൽ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയുടെയും ശല്യം നിങ്ങൾക്കുണ്ടാവൂല. പാമ്പ് ഉറങ്ങുന്ന സ്ഥലത്ത് കൂടി എഴഞ്ഞു പോയാലും നിങ്ങളെ കടിക്കൂല. അതിനുള്ള മരുന്നും കെട്ടിയിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നത്. അതിനുള്ള മരുന്ന് കെട്ടിയിട്ടാണ് ഉറങ്ങുന്നത്. പാമ്പ് നിങ്ങളെ കൊള്ള വന്നാലും പാമ്പിന്റെ വഴിക്ക് പോയിക്കോളും. ആ ഒരു ഈമാനോട് കൂടി നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയണം. അങ്ങനെ ഉറങ്ങിയാൽ നമുക്ക് ഭാവിയിൽ കിട്ടുന്നത് എന്താ? നല്ല മരണം. നമുക്ക് ആഗ്രഹിക്കുന്നത് അതല്ലേ? നല്ല മരണമല്ലേ ആഗ്രഹിക്കുന്നത്? ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോഴുള്ള ചിന്ത എന്താണോ രാത്രി ഉറങ്ങുമ്പോഴാണ് പലപ്പോഴും ചെറുപ്പക്കാരും ചെറുപ്പക്കാരത്തികളും ദുഷിക്കാനുള്ള കാരണമാകുന്നത്.
പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ എടുത്തിട്ട് വേണ്ടാത്ത സൈറ്റിലേക്കൊക്കെ കയറുന്ന സമയത്താ. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഒരു കാരണവശാൽ ഉമ്മമാര് പെൺമക്കളെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഉറങ്ങാൻ സമ്മതിക്കരുത്. ആൺമക്കളെയും ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഉറങ്ങാൻ സമ്മതിക്കരുത്. നിങ്ങൾ ഭാവിയിൽ കണ്ണുനീര് കുടിക്കേണ്ടി വരും. വെറുതെ പറയുന്നതല്ല. ഉമ്മമാരെ വിചാരിക്കും അല്ലാഹ് എൻ്റെ മോള് ഭയങ്കര ഉഷാറാ, ചിലപ്പോൾ 4 മണിക്കൊക്കെ പോയി നോക്കിയാൽ മക്കള് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന കാണാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ ഈ വർഗീയവാദികളായ RSS പോലത്തെ സംഘടനയെ കുറിച്ച് പണ്ടാരോ പറഞ്ഞതിന് പോലും സമുദ്രത്തിന്റെ മധ്യത്തിൽ മുസല്ലയിട്ട് നമസ്കരിക്കുന്ന കണ്ടാലും അവരെ നിങ്ങൾ വിശ്വസിച്ചു പോകരുത് എന്ന് പറയുന്ന കാലഘട്ടമായത്. അങ്ങനെ പറഞ്ഞാൽ തഹജ്ജുദ് എഴുന്നേൽക്കുന്ന മോളെ കണ്ടാലും നിങ്ങൾ വിശ്വസിച്ചു പോകരുത്, നിങ്ങളുടെ മോള് നന്നായി പോയിട്ടുണ്ട് എന്ന്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ ഓർക്കുകയാണ്, ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി തഹജ്ജുദിനെ എഴുന്നേൽക്കുന്ന പെൺകുട്ടി ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് വളരെ സന്തോഷമുണ്ട്, എൻ്റെ മോള് തഹജ്ജുദിനെ എഴുന്നേൽക്കാൻ തുടങ്ങി. അവസാനം ആ പെൺമകളെ പിടിക്കപ്പെടുകയാണ് ഒരു കാമുകനുമായിട്ടുള്ള അശ്ലീല ബന്ധം. എന്തിനാ മോള് ഈ സമയത്ത് എഴുന്നേൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ മോള് പറഞ്ഞു, ആ സമയത്താണ് എൻ്റെ കാമുകൻ മൊബൈൽ ഫോണിൽ വിളിക്കാറ്. ഉമ്മ ആ സമയത്ത് എഴുന്നേൽക്കൂല, എഴുന്നേറ്റാ തന്നെ ഞാൻ ആ സമയത്ത് എഴുന്നേറ്റ ഉമ്മ ഉദ്ദേശിക്കുന്നത് എന്താ? എൻ്റെ മോളെ തഹജ്ജുദ് നിസ്കരിക്കാനാണ് എഴുന്നേറ്റത്. ഇത്രയും വലിയ കുതന്ത്രമുള്ള മക്കളൊക്കെയുള്ള കാലഘട്ടം. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രായപൂർത്തിയെത്തിയ മക്കളെ നിങ്ങൾ വിവാഹം കഴിയുന്നത് വരെ ഒറ്റക്കുറങ്ങാൻ സമ്മതിച്ചു പോകരുത്. മക്കൾ മോശമായി പോകും. മുസഫിന്റെ നടുക്കത്തെ കഷ്ണം എന്ന് പറഞ്ഞാലും മോശമാകാനും ദുഷിക്കാനും ഏകാന്തത എന്ന് പറയുന്നത് വലിയൊരു ഭാഗവാക്കാണ്. ഒറ്റയ്ക്ക് ഉറങ്ങാനുള്ള, ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ ഒരു മനുഷ്യൻ മോശമായി പോകാനും നന്നാവാനുമുള്ള ഏറ്റവും വലിയ സാധ്യതയുണ്ടെങ്കിലും 90% 90% ആൾക്കാർ ഒറ്റക്കായിട്ടൊരു തെറ്റ് ചെയ്യുമ്പോഴാണ് ദുഷിച്ചു പോകുന്നത്. കൂട്ടത്തോടു കൂടി ഒരു തെറ്റിലേർപ്പെട്ടാൽ പെട്ടെന്ന് പിടിക്കപ്പെടും. ഒറ്റയ്ക്കൊരാളൊരു തെറ്റിലേർപ്പെട്ടാൽ പിടിക്കപ്പെടാൻ വൈകിപ്പോകും, ദുഷിച്ചു പോകും. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അതുകൊണ്ട് മക്കളെയൊക്കെ നന്നായി ശ്രദ്ധിക്കുക. ചില പെൺമക്കള് ബാത്റൂം കയറിയ ഭയങ്കര സമയം, വെള്ളിങ്ങനെ പൈപ്പും തിരിച്ചു വെക്കും. മോള് ബാത്റൂം കയറി 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിയുന്ന ചില മക്കളുണ്ടാകും. അവരൊക്കെ നന്നായി ശ്രദ്ധിക്കുക. കുറ്റം പറയുന്നതല്ല, ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഏർപ്പെട്ടപ്പോ അധിക പെൺമക്കളും കാമുകന്മാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന രണ്ടാമത്തെ സിറ്റുവേഷൻ ഏതെന്നറിയാം. ഒന്നാമത്തെ ഇങ്ങനെയുള്ള തഹജ്ജുദിന് എഴുന്നേൽക്കാന്നില്ല ശീലം ഉണ്ടാക്കി എന്ന് മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുക. രണ്ടാമത്തത് ബാത്റൂം കയറിയിട്ട് പൈപ്പ് തിരിച്ചിട്ടിട്ട് കാമുകരുമായിട്ട് മൊബൈൽ ഫോണിൽ സംസാരിക്കുക. മക്കളെ ബുദ്ധി നോക്കണം. അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് മക്കളെയൊക്കെ നന്നായി ശ്രദ്ധിക്കുക. ഈ ചെറുപ്പക്കാരത്തികളായ ഉമ്മമാര്, വാപ്പമാര് മൊബൈൽ ഫോണൊക്കെ കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, ആ മൊബൈൽ ഫോൺ എന്താണ് എന്നറിയാത്ത ഒരു ഉമ്മയും വാപ്പയും മക്കൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്കറിയണം. ഇപ്പോൾ ഈ ഒരു ഐഫോൺ എന്ന് പറയുന്ന ഇതെന്താണ്, ഇതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയറുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാത്ത ഒരു ഉമ്മയും വാപ്പയും മോൻ ഐഫോൺ എന്ന് പറയുമ്പോൾ എന്ത് വാങ്ങിക്കൊടുക്കാൻ പാടില്ല? ഐഫോൺ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. സാംസങ്ങിന്റെ ഫോൺ വേണമെന്ന് പറയുമ്പോൾ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വാപ്പ മോനും മോൾ അയച്ചു കൊടുക്കല്ല. ആദ്യം ഉമ്മയും വാപ്പയും പഠിക്കുക, എന്താണ് സാംസങ്ങിന്റെ ഫോണ്, എന്താണ് ആൻഡ്രോയിഡ് ഫോണ്, എന്താണ് ഐഫോണ്, എന്താണ് ടാബ്, എന്താണ് ഐപാഡ്. ഇതൊക്കെ പൂർണ്ണമായി പഠിച്ചതിന് ശേഷമേ മക്കൾക്ക് എന്ത് നൽകാൻ പാടുള്ളൂ? ഇങ്ങനെയുള്ള ഫോണും ഐപാഡും ടാബും ഒക്കെ നൽകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ വിറ്റിട്ട് മക്കൾ വരും. അള്ളാഹു കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പുതുതലമുറയെ എല്ലാ മുസീബത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പിശാചിന്റെ ഈ കണിവരയിൽ നിന്നൊക്കെ സലാമത്താകുക. അല്ലേ? ഒന്നാമത്തെ കണിവല ഏതാ? പിശാച് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങി ഒന്നാമത്തെ കണിവല വജഅൽനി മജ്ലിസ. മജ്ലിസ് ഏതാ പിശാചിന്റെ? അൽ അസ്വാഖു വ മജാമിഉ തുർക്. പീഡിക്കോലായിൽ പോയിരിക്കുന്ന വിഭാഗമാണെങ്കിൽ നന്നാവൂല. അങ്ങാടിയിൽ പോയിട്ട് സമയം ചെലവഴിക്കുന്നവരാണ്, പണിക്ക് പോകുന്ന ആൾക്കാരല്ല പറയുന്നത്. വെറുതെ ടൈം പാസിന് അങ്ങാടിയിൽ കൂടി ചുറ്റിക്കറങ്ങുന്നവരാണെങ്കിൽ നന്നാവൂല. നാടുകളിൽ റോഡുകൾ ബന്ധിക്കുന്നതായ യോജിക്കുന്നതായ ജംഗ്ഷനുകളിൽ പോയിരുന്ന്
അവിടെയുള്ള വൈറ്റ് ഷെഡാവട്ടെ, കൊടിയിന്റെ താഴെയാവട്ടെ, എവിടെയായാലും വേണ്ടില്ല, അവിടെ പോയിരിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിൽ നന്നാവൂല. ഇതൊക്കെ ശ്രദ്ധിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കുന്ന നാവുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ, അനാവശ്യ പോസ്റ്റുകൾ എഴുതുന്ന കൈയുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ, ചെറുപ്പക്കാരത്തികളാണെങ്കിൽ നന്നാവൂല. ഇതൊക്കെ മാറ്റിയാൽ മാത്രമേ ഒരു മനുഷ്യന് നന്നാകാൻ പറ്റൂ. പിന്നെയോ പാട്ടിന് വല്ലാതെ അഡിക്റ്റായി പോയ ഏത് പാട്ട്? നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് സോങ്സ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഓപ്ഷൻ പോയി ഓപ്പൺ ചെയ്താൽ കാണും ഇംഗ്ലീഷ് പാട്ടാണോ ഹിന്ദി പാട്ടാണോ കൂടുതലുള്ളത്, അത് റസൂലുള്ളാഹിന്റെ ആണോ ഖദീജ ബീവിന്റെ ആണോ ഒക്കെ കാണാൻ പറ്റും. ആൽബങ്ങളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ വേണ്ടാത്ത അശ്ലീലമായ ആൽബങ്ങളും പാട്ടുകളും, അത് ഇംഗ്ലീഷിലാവട്ടെ, ഹിന്ദിയിലാവട്ടെ, അറബിയിലാവട്ടെ, തമിഴിലാവട്ടെ, മലയാളത്തിലാവട്ടെ, വിശുദ്ധമാക്കപ്പെട്ട ദീനിന് നിരക്കാത്ത പാട്ടുകളാണ് മൊബൈൽ ഫോണിൽ കൊണ്ടുവച്ച് നടക്കുന്ന ചെറുപ്പക്കാരനും ചെറുപ്പക്കാരത്തികളും. നിങ്ങൾക്ക് നന്നാവാൻ പറ്റൂല. എപ്പോഴും മ്യൂസിക് കേട്ടുകൊണ്ട് ഡാൻസും കളിച്ച് നടക്കുന്ന പ്രകൃതമുള്ള മക്കളാണെങ്കിൽ നന്നാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര്, വാപ്പമാര്, കൂട്ടുകുടുംബ മിത്രാദികൾ, നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ വളരുന്ന ഒരു മകനോ ഒരു മകളോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ വേദനകൾ തീരില്ല, പ്രയാസങ്ങൾ തീരില്ല, കടങ്ങൾ തീരില്ല, അസുഖങ്ങൾ തീരില്ല. പടച്ചറപ്പ് നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ വഴി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വഴികളാവട്ടെ, ഹബീബായ തങ്ങളെ പഠിപ്പിച്ചു തന്ന പാഠങ്ങളാവട്ടെ, ഹബീബായ തങ്ങളെ പഠിപ്പിച്ചു തന്ന ഡ്രസ് കോഡുകളാവട്ടെ, ഹബീബായ തങ്ങളെ പഠിപ്പിച്ചു തന്ന ഹെയർ സ്റ്റൈലുകളാവട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, മുഅ്മിനാത്തേ, നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ അവസാനം ദിക്ർ ചൊല്ലിയിട്ട് ഈ ലോകത്ത് നിന്ന് പുതുമാളനെ പോലെ പോയിട്ട് ആരാരുമില്ലാത്ത ആരുടെ മണ്ണിനടിയിൽ പോയിട്ട് സന്തോഷത്തോടുകൂടി താമസിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ പേടിച്ച് വിറക്കുന്ന അല്ലാഹുവിന്റെ മാലാഖമാർ വന്നുകൊണ്ട് ഇരുമ്പിന്റെ ദണ്ണിന്റെ അടിയേറ്റ് ശരിച്ചു പോകുന്ന ജനവിഭാഗങ്ങളായി പോകും, ജനവിഭാഗങ്ങളായി പോകും വാപ്പാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങനെയുള്ള വിഭാഗത്തിലൊന്നും പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ സൂക്ഷിക്കുക. അല്ലാഹു തആല അങ്ങനെ ജീവിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ.